أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഹദരത്ത് അലി റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച അനുസ്മരണമാണ് നടക്കുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അവസാനത്തെ രോഗാവസ്ഥയിൽ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിഞ്ഞ സേവനങ്ങളെ സംബന്ധിച്ച വിവരണം ഇപ്രകാരമാകുന്നു. ബുഖാരിയിലുള്ള നിവേദനമാണ്. ഉബൈദുല്ല ബിൻ അബ്ദുല്ല വിവരിക്കുന്നു, ഹസരത്ത് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗാതുരനായി രോഗം മൂർച്ഛിച്ചപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരോട് എന്റെ വീട്ടിൽ രോഗശുശ്രൂഷകൾ നടത്തുവാൻ അനുവാദം ചോദിക്കുകയും അവർ അനുമതി നൽകുകയും ചെയ്തു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 ആളുകൾക്കിടയിൽ പുറപ്പെട്ടു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാൽ കൊണ്ട് ഭൂമിയിൽ ഉരതുന്നത് കാരണം വര വീഴുന്നുണ്ടായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസരത്ത് അബ്ബാസിന്റെയും മറ്റൊരാളുടെയും ഇടയിൽ ആയിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസരത്ത് ആയിഷയുടെ വീട്ടിലായിരുന്നു. അവിടെ നിന്ന് 2 ആളുകൾ താങ്ങി മസ്ജിദിൽ പോകാൻ പുറത്തേക്ക് വന്നു. ഉബൈദുല്ല പറയുന്നു, ഞാൻ ഹസരത്ത് ആയിഷ പറഞ്ഞ കാര്യം ഹസരത്ത് അബ്ബാസിനോട് പറഞ്ഞു. അദ്ദേഹം ചോദിച്ചു, ഹസരത്ത് ആയിഷ പേര് പറയാതിരുന്ന ആൾ ആരാണെന്ന് അറിയുമോ? ഞാൻ പറഞ്ഞു, ഇല്ല. ഹസരത്ത് അബ്ബാസ് പറഞ്ഞു, ഹസരത്ത് ആയിഷ പറയാതിരുന്ന പേര്, അതായത് 2ാമത്തെ ആൾ, അദ്ദേഹം ഹസരത്ത് അലി ബിൻ അബി താലിബ് ആയിരുന്നു. ഹസരത്ത് അബ്ദുല്ല ബിൻ അബ്ബാസ് നിവേദനം ചെയ്യുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ രോഗാതുരനായ അവസരത്തിൽ ഹസരത്ത് അലി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ നിന്ന് പുറത്തേക്ക് വന്നു. ജനങ്ങൾ ചോദിച്ചു, അബുൽ ഹസൻ, ഇന്ന് കാലത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവരം എന്താണ്? അദ്ദേഹം പറഞ്ഞു, അൽഹംദുലില്ലാ, ഇന്ന് കാലത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരോഗ്യനില നല്ലതാണ്. അപ്പോൾ ഹസരത്ത് അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് ഹസരത്ത് അലിയുടെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു, അള്ളാഹുവാണേ, നിങ്ങൾ 3 ദിവസത്തിന് ശേഷം മറ്റൊരാളുടെ കീഴിൽ വരുന്നതാണ്. കാരണം അള്ളാഹുവാണേ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രോഗാവസ്ഥയിൽ മരണപ്പെടുമെന്ന് ഞാൻ കാണുന്നു. എന്തുകൊണ്ടെന്നാൽ മരണസമയത്ത് അബ്ദുൽ മുത്തലിബ് സന്താനങ്ങളുടെ മുഖഭാവം എനിക്ക് നല്ല പോലെ തിരിച്ചറിയാം. വരൂ, നമുക്ക് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കിലേക്ക് പോകാം. നമുക്ക് ഇത് സംബന്ധിച്ച്, അതായത് ഖിലാഫത്ത് ആർക്കായിരിക്കുമെന്ന് ചോദിക്കാം. നമ്മളിലാണെങ്കിൽ അതേപ്പറ്റി നമുക്ക് അറിവ് ലഭിക്കും. ഇനി നമ്മളിൽ അല്ലാതെ മറ്റാർക്കുമാണെങ്കിലും നമുക്ക് അതേപ്പറ്റി അറിയാൻ കഴിയും. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് സംബന്ധിച്ച് നമ്മളോട് എന്തെങ്കിലും വസിയത്തും ചെയ്യാനും മതി. ഹസ്രത്ത് അലി പറഞ്ഞു, അള്ളാഹുവാണേ, നമ്മൾ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഇത് സംബന്ധിച്ച് ചോദിക്കുകയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഈ ബഹുമതി തരാതിരിക്കുകയുമാണെങ്കിൽ പിന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങൾ നമുക്ക് അത് നൽകുന്നതല്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശേഷം ജനങ്ങൾ നമുക്ക് അത് നൽകുന്നതല്ല. അള്ളാഹുവാണ്, ഞാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അത് സംബന്ധിച്ച് ചോദിക്കുന്നതല്ല. ഇത് ബുഖാരിയിലുള്ള നിവേദനമാകുന്നു. ബുഖാരിയിലുള്ള അറബി പദങ്ങൾ ഇപ്രകാരമാണ്: അൻത വല്ലാഹി ബാദ സലാസിൻ അബ്ദുൽ അസ. ഇത് സംബന്ധിച്ച് ഹസ്രത്ത് സയ്യിദ് വലിയുള്ള ഷാ സാഹിബ് തന്റെ ഗ്രന്ഥത്തിൽ ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ട്. ഇത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശേഷം നിങ്ങൾ മറ്റൊരാൾക്ക് കീഴിൽ വരുന്നതാണെന്നതിൽ
ആ വ്യക്തി ആരാണെന്ന് ഇവിടെ ഭംഗ്യന്തരേണ സൂചിപ്പിക്കുകയാണ്. അതായത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 ദിവസത്തിനുള്ളിൽ വഫാത്താകുന്നതാണ്. ഹസരത്ത് ആമിർ നിവേദനം ചെയ്യുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വഫാത്തിനെ തുടർന്ന് ഹസരത്ത് അലി, ഹസരത്ത് ഫസിൽ, ഹസരത്ത് ഉസാമ ബിൻ സെയ്ദ് എന്നിവർ ചേർന്നാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുളിപ്പിച്ചത്. ഇവർ തന്നെയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖബറിലേക്ക് ഇറക്കിയതും. മറ്റൊരു നിവേദനത്തിൽ പറയുന്നു, അവർ തങ്ങളോടൊപ്പം ഹസരത്ത് അബ്ദുറഹ്മാൻ ബിൻ ഔഫിനെയും കൂട്ടിയിരുന്നു. ഹസരത്ത് അലി ഹസരത്ത് അബൂബക്കറിന് ബയ്യത്ത് ചെയ്തതിനെ പറ്റി വിവിധ തരം നിവേദനങ്ങൾ വന്നിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് ചില നിവേദനങ്ങളിൽ ഹസരത്ത് അലി പൂർണ്ണ തൃപ്തിയോടെയും താല്പര്യത്തോടെയും ഹസരത്ത് അബൂബക്കറിന് ബയ്യത്ത് ചെയ്തുവെന്നാണ് ചിലർ എഴുതിയിട്ടുള്ളത്. എന്നാൽ മറ്റു ചിലർ ഇത് നേർ വിപരീതമാണ് എഴുതുന്നത്. ഏതായിരുന്നാലും ഹസരത്ത് അബൂ സയ്യിദ് ഖുദരി നിവേദനം ചെയ്യുന്നു, മുഹാജിരീങ്ങളും അൻസാറുകളും ഹസരത്ത് അബൂബക്കറിന് ബയ്യത്ത് ചെയ്തു. ഹസരത്ത് അബൂബക്കർ മിമ്പറിൽ കയറി ജനങ്ങൾക്കിടയിൽ നോക്കിയപ്പോൾ ഹസരത്ത് അലിയെ കണ്ടില്ല. ഹസരത്ത് അബൂബക്കർ ഹസരത്ത് അലിയെ പറ്റി അന്വേഷിച്ചു. അൻസാറുകളിൽപ്പെട്ട ചില ആളുകൾ പോയി ഹസരത്ത് അലിയെ കൊണ്ടുവന്നു. ഹസരത്ത് അബൂബക്കർ പറഞ്ഞു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പിതൃവ്യപുത്ര, അതായത് ഹസരത്ത് അലിയെ സംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പിതൃവ്യപുത്ര, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജാമാതാവേ, നിങ്ങൾ മുസ്ലിങ്ങളുടെ ശക്തി ക്ഷയിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണോ? ഹസരത്ത് അലി പറഞ്ഞു, റസൂലുള്ളാഹിയുടെ ഖലീഫ, എന്നെ പിടികൂടരുത്. തുടർന്ന് അദ്ദേഹം ഹസരത്ത് അബൂബക്കറിന് ബയ്യത്ത് ചെയ്തു. താരിഖ് തിബ്രിയിൽ പറയുന്നു, ഹബീബ് ബിൻ അബൂ സാബിത്ത് നിവേദനം ചെയ്യുന്നു, ഹസരത്ത് അലി തന്റെ വീട്ടിൽ തന്നെയായിരുന്നു. ഒരാൾ വന്ന് അദ്ദേഹത്തോട് പറഞ്ഞു, ഹസരത്ത് അബൂബക്കർ ബയ്യത്ത് സ്വീകരിക്കാൻ ആഗതനാകുന്നു. ഹസരത്ത് അലിയാകട്ടെ കുപ്പായം ഇട്ടിരുന്നെങ്കിലും പാജാമ ഇട്ടിരുന്നില്ല, പുതപ്പുമില്ലായിരുന്നു. അദ്ദേഹം ധൃതിപ്പെട്ട് പുറത്തേക്കിറങ്ങി. എങ്ങനെയെങ്കിലും നേരം വൈകുന്നത് അദ്ദേഹം ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ അദ്ദേഹം ഹസരത്ത് അബൂബക്കറിന് ബയ്യത്ത് ചെയ്തു. ഹസരത്ത് അബൂബക്കറിന്റെ അടുക്കൽ വന്നിരുന്നു. തുടർന്ന് അദ്ദേഹം വീട്ടിൽ വന്ന് വസ്ത്രം വരുത്തുകയും അത് ധരിക്കുകയും ചെയ്തു. ഹസരത്ത് അബൂബക്കറിന്റെ സദസ്സിൽ തന്നെ ഇരുന്നു. ഹസരത്ത് ഇബ്നു കസീർ പറയുന്നു, ഹസരത്ത് അലി ബിൻ അബി താലിബ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വഫാത്തിന് ശേഷം ആദ്യത്തെയോ രണ്ടാമത്തെയോ ദിവസം ഹസരത്ത് അബൂബക്കറിന് ബയ്യത്ത് ചെയ്യുകയുണ്ടായി. ഇതാണ് സത്യാവസ്ഥ. കാരണം ഹസരത്ത് അലി ഒരിക്കലും ഹസരത്ത് അബൂബക്കറിനെ ഒഴിവാക്കിയിട്ടില്ല. ഹസരത്ത് അബൂബക്കറിന് മുന്നിൽ നമസ്കരിക്കുന്നത് ഉപേക്ഷിച്ചിട്ടുമില്ല. ഹസരത്ത് മസീമോദ് അലൈഹി സ്വലാത്തു വസ്സലാം ഹസരത്ത് അലിയെ സംബന്ധിച്ച് പറയുന്നു, ഹസരത്ത് അലി കർറമുല്ലാഹ് വജ്ഹുഹു ആദ്യം ഹസരത്ത് അബൂബക്കറിനെ ബയ്യത്ത് ചെയ്യുന്നതിൽ പിന്തിരിഞ്ഞു നിന്നിരുന്നു. പക്ഷേ വീട്ടിൽ ചെന്നപ്പോൾ എന്തു തോന്നിയെന്ന് അറിയില്ല. തലപ്പാവ് പോലും കെട്ടാതെ ഉടൻ തന്നെ തൊപ്പിയും എടുത്ത് ബയ്യത്ത് ചെയ്യാൻ എത്തി. തലപ്പാവ് പിന്നീട് വരുത്തുകയാണ് ഉണ്ടായത്. വീട്ടിലെത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ അത് ധിക്കാരമാണെന്ന് തോന്നിയത് കൊണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ ശീഘ്രഗതിയിൽ തലപ്പാവ് പോലും കെട്ടാതെ, അതായത് വസ്ത്രം പോലും ശരിക്ക് ധരിക്കാതെ വേഗം വരികയുണ്ടായി. മറ്റ് വിധത്തിലുള്ള നിവേദനങ്ങളിൽ പറയുന്നു, ഹസരത്ത് അലി ഹസരത്ത് ഫാത്തിമയുടെ വഫാത്തിന് ശേഷമാണ് ഹസരത്ത് അബൂബക്കറിന് ബയ്യത്ത് ചെയ്തത്. ബുഖാരിയിൽ പറയുന്നു, ഹസരത്ത് അലി ഹസരത്ത് ഫാത്തിമയുടെ വഫാത്ത് വരെയും ബയ്യത്ത് ചെയ്തിരുന്നില്ല. നിരവധി പണ്ഡിതന്മാർ ബുഖാരിയിലുള്ള ഈ നിവേദനത്തെ വിമർശിച്ചിട്ടുണ്ട്. ഇമാം ബൈഹഖി ഹുസ്നുൽ കുബറയിൽ ഇമാം ഷിഹാബുദ്ദീൻ സുഹരിയുടെ നിവേദനം, അതായത് ഹസരത്ത് അലി ഹസരത്ത് ഫാത്തിമയുടെ വഫാത്ത് വരെയും ഹസരത്ത് അബൂബക്കറിന് ബയ്യത്ത് ചെയ്തിരുന്നില്ല എന്ന് പറഞ്ഞതിനെ പരാമർശിച്ചുകൊണ്ട് എഴുതുന്നുണ്ട്. അതിന്റെ തർജ്ജമ ഇപ്രകാരമാകുന്നു: ഹസരത്ത് അലി ഹസരത്ത് ഫാത്തിമയുടെ വഫാത്ത് വരെ ഹസരത്ത് അബൂബക്കറിന് ബയ്യത്ത് ചെയ്യുന്നതിൽ നിന്ന് പിന്മാറിയിരുന്നു എന്നത് അനുസ്യൂതം തുടർന്നു വരുന്ന വാക്കുകളല്ല. ഹസരത്ത് അബൂ സയ്യിദ് ഖുസ്രിയുടെ നിവേദനമാണ് കൂടുതൽ ശരി. അതിൽ പറയുന്നു, ഹസരത്ത് അലി സഖീഫയ്ക്ക് ശേഷമുണ്ടായ പൊതുബയ്യത്തിൽ ഹസരത്ത് അബൂബക്കറിന്റെ കൈകളിൽ ബയ്യത്ത് ചെയ്തു. ചില ഉലമാക്കൾ ബുഖാരിയിലുള്ള ഈ നിവേദനത്തെ ഇങ്ങനെ യോജിപ്പിക്കുന്നു, അതായത് ഈ രണ്ടാമത്തെ ബയ്യത്തിന് അവർ ബയ്യത്ത് പുതുക്കൽ എന്നാണ് പേര് നൽകുന്നത്. ഒരുപക്ഷെ ഉലമാക്കൾ ബുഖാരിയിൽ പോലുള്ള ഗ്രന്ഥത്തിൽ ഒരു നിവേദനത്തിന്റെ എന്തെങ്കിലും പ്രാധാന്യം കാരണമായിരിക്കും ഇത് ചേർത്തതെന്ന് കരുതി അവർ ഹസരത്ത് അലിയുടെ ബയ്യത്തിന് അതുകൊണ്ട് തന്നെ ഒരു പേര് നൽകിയതാണ്. ഏതായിരുന്നാലും ബുഖാരിയുടെ എല്ലാ നിവേദനങ്ങളും ശരിയായി കൊള്ളണമെന്നുമില്ല. ഡോക്ടർ അലി മുഹമ്മദ് സലാബി തന്റെ സീറത്ത് അമീറുൽ മോമിനീൻ അലി ബിൻ അബി താലിബ്
ഷഖ്സിയ വ അസ്റുഹു എന്ന ഗ്രന്ഥത്തിൽ എഴുതുന്നു, അല്ലാമ ഇബ്നു കസീർ മുതലായ നിരവധി പണ്ഡിതന്മാരുടെ വീക്ഷണത്തിൽ ഹസരത്ത് അലി 6 മാസത്തിന് ശേഷം, അതായത് ഹസരത്ത് ഫാത്തിമ ഒഫായത്തായതിനു ശേഷം തന്റെ ബയ്യത്ത് പുതുക്കുകയുണ്ടായി. അവർ ഇതിന് തജ്ദീദ് ബയ്യത്ത് എന്ന പേരാണ് വെച്ചിരിക്കുന്നത്. ആദ്യം ബയ്യത്ത് ചെയ്തിരുന്നു, ഹസരത്ത് ഫാത്തിമയുടെ വഫാത്തിന് ശേഷം വീണ്ടും പുതുക്കുകയുണ്ടായി. അല്ലാമ ഇബ്നു കസീർ എഴുതുന്നു, ഹസരത്ത് ഫാത്തിമയുടെ വഫാത്തിനെ തുടർന്ന് ഹസരത്ത് അലി ഹസരത്ത് അബൂബക്കറുമായുള്ള തന്റെ ബയ്യത്ത് പുതുക്കുന്നത് ഉത്തമമാണെന്ന് കരുതി. ഹസരത്ത് മസീമോദ് അലി ഇസ്ലാം സിറുൽ ഖിലാഫ എന്ന തന്റെ ഗ്രന്ഥത്തിൽ എഴുതുന്നുണ്ട്. അതിന്റെ ഉറുദു തർജ്ജമയിൽ നിന്ന് ഇത് അറബി ഗ്രന്ഥമാകുന്നു. ഹസരത്ത് അബൂബക്കറിനെ സംബന്ധിച്ച് അദ്ദേഹം ആരോപിക്കപ്പെടുന്നത് പോലെയാണെന്നും ആ സമയത്ത് ഹസരത്ത് അലിയാണ് ഖലീഫയാകേണ്ടതെന്നും ധരിച്ചു വെച്ചിരുന്നു പറയുന്നു. ഇതിന്റെ വിശദീകരണം നൽകിക്കൊണ്ട് പറയുന്നു, സിദ്ദീഖുൽ അക്ബർ ഭൗതികതയ്ക്കും അതിന്റെ നേട്ടങ്ങൾക്കും പ്രാമുഖ്യം നൽകിയെന്നും അവകാശ ധ്വംസകനായിരുന്നുവെന്നും സങ്കല്പിച്ചാൽ അത്തരമൊരു സാഹചര്യത്തിൽ അള്ളാഹുവിന്റെ സിംഹം അലിയെയും മുനാഫിക്കുകളിൽ ഗണിക്കാനും പറയാനും നമ്മൾ നിർബന്ധരാകുന്നതാണ്. നൗസുബില്ല. അദ്ദേഹം ഭൗതികതയെ പരിത്യജിച്ച് അള്ളാഹുവിൽ ശ്രദ്ധാലുവല്ലെന്നും മാത്രമല്ല അദ്ദേഹം വഞ്ചനയിൽ അകപ്പെടുന്നതാണെന്നും അതിന്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനാണെന്നും അതുകൊണ്ട് അദ്ദേഹം മുർത്തദുമാരുമായുള്ള കൂട്ടുകെട്ട് ഒഴിവാക്കാതിരുന്നതെന്നും പറയേണ്ടി വരും. അതായത് പറയുന്നു, നിഷേധികളുടെ ഹദ്റത്ത് അബൂബക്കറിനെ പറ്റി കഠിനമായ പദങ്ങൾ പ്രയോഗിച്ചിരിക്കുന്നു. നിഷേധികളല്ല ഹദ്റത്ത് അബൂബക്കറിനെ പറ്റി കഠിനമായ പദങ്ങൾ പ്രയോഗിച്ചത്, മറിച്ച് ഇദ്ദേഹം ചതിയന്മാരെ പോലെ അവരിൽ ചേരുകയും ഏകദേശം 30 വർഷങ്ങളോളം കാപട്യം കൊണ്ടു നടക്കുകയും അങ്ങനെ ഹസ്രത്ത് അബൂബക്കർ അലി റളിയല്ലാഹു അൻഹുവിന്റെ വീക്ഷണത്തിൽ അവകാശ ധ്വംസകനുമായിരുന്നുവെങ്കിൽ പിന്നെ എന്തിനാണ് അദ്ദേഹം അബൂബക്കറിന് ബയ്യത്ത് ചെയ്യാൻ തയ്യാറായത്? എന്തുകൊണ്ട് അദ്ദേഹം അക്രമവും അനീതിയും മതനിരാസവുമുള്ള സ്ഥലത്ത് നിന്ന് മറ്റു നാടുകളിലേക്ക് പലായനം ചെയ്തില്ല? അദ്ദേഹത്തിന് ഹിജ്റത്ത് ചെയ്ത് പോകാൻ മാത്രം അള്ളാഹുവിന്റെ ഭൂമി വിശാലമായിരുന്നില്ലേ? അതല്ലേ തഖ്വയുള്ളവരുടെ രീതി? കൂറു കാണിച്ചിരുന്ന ഇബ്രാഹീമിനെ നോക്കൂ. അദ്ദേഹം സത്യത്തിന്റെ സാക്ഷ്യത്തിനു വേണ്ടി എത്രമാത്രം ധൈര്യവാനായിരുന്നു. തന്റെ പിതാവ് വഴിപിഴച്ചുവെന്നും സർമാർഗത്തിൽ നിന്ന് തെറ്റിയെന്നും കണ്ടപ്പോൾ തന്റെ ജനത വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരും ഉന്നത സ്ഥാനീയനായ റബ്ബിനെ ഉപേക്ഷിക്കുന്നുവെന്നും കണ്ടപ്പോൾ യാതൊരു ഭയവുമില്ലാതെ അവരെ പരിഗണിക്കുക പോലും ചെയ്യാതെ അതിൽ നിന്ന് മുഖം തിരിച്ചു. അദ്ദേഹത്തെ തീയിലിട്ടു, പക്ഷേ ദ്രോഹികളെ ഭയന്നുകൊണ്ട് കാപട്യം സ്വീകരിച്ചില്ല. ഇതാണ് നന്മയുള്ളവരുടെ ചരിത്രം. അവർ ഖഡ്ഗങ്ങളെ ഭയക്കുന്നില്ല. അവർ കാപട്യത്തെ വലിയ പാപമായും നിർലജ്ജയായും ധിക്കാരമായും ഗണിക്കുന്നു. അഥവാ യാദൃശികമായി അവരിൽ നിന്ന് ഇത്തരം നിന്ദാവഹമായ കാര്യങ്ങൾ അല്പമെങ്കിലും ഉണ്ടായാൽ അവർ പാപപ്രതിക്ക് വേണ്ടി തേടിക്കൊണ്ട് അള്ളാഹുവിലേക്ക് ചായുന്നു. എന്നിരിക്കെ സിദ്ദീഖും ഫാറൂഖും ഒക്കെ അവകാശ ധ്വംസകരാണെന്ന് അറിഞ്ഞുകൊണ്ട് എങ്ങനെയാണ് അലി റളിയല്ലാഹു അൻഹു അവർക്ക് എന്തിനാണ് ബയ്യത്ത് ചെയ്ത് എന്നത് നമ്മെ അത്ഭുതപ്പെടുത്തുന്നു. അദ്ദേഹം, അതായത് അലി, ഒരു നീണ്ടകാലം അവരുടെ കൂടെ കഴിച്ചുകൂട്ടി. പൂർണ്ണ ആത്മാർത്ഥതയോടെയും വിശ്വാസത്തോടെയും അവരെ അനുഗമിച്ചു. അക്കാര്യത്തിൽ അദ്ദേഹം ഒരിക്കലും ദൗർബല്യം കാണിച്ചില്ല, വെറുപ്പ് പ്രകടിപ്പിച്ചതുമില്ല. മറ്റൊരു കാര്യവും അതിൽ തടസ്സം നിൽക്കുകയോ അദ്ദേഹത്തിന്റെ ഭയഭക്തി വിശ്വാസത്തെ അദ്ദേഹത്തിൽ നിന്ന് അകറ്റുകയോ ചെയ്തില്ല. അദ്ദേഹം അവരുടെ കുഴപ്പങ്ങളുടെയും നിഷേധത്തിന്റെയും മതനിരാസത്തെയും പറ്റി അറിഞ്ഞില്ലെന്നാണോ? മാത്രമല്ല അദ്ദേഹത്തിനും അറേബ്യൻ ജനതയ്ക്കുമിടയിൽ വാതിൽ അടഞ്ഞു കിടക്കുകയോ ഒരു നീണ്ട ആവരണം ഉണ്ടായിരിക്കുകയോ അദ്ദേഹം ബന്ധനസ്ഥനോ ഒന്നുമല്ലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് മറ്റേതെങ്കിലും അറബി നാട്ടിലേക്ക് കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ പലായനം ചെയ്യാമായിരുന്നു. അവിടെ എന്തെങ്കിലും നിർബന്ധപൂർവം തടയുന്നുമുണ്ടായിരുന്നില്ല. ഹിജ്റത്ത് പോകാമായിരുന്നു. ജനങ്ങളെ യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിക്കാമായിരുന്നു. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ഹിജ്റത്ത് ചെയ്യുകയല്ല, മറിച്ച് ഇവർ മതനിരാസമുള്ളവരും നിഷേധികളുമാണെന്നും ഇവർക്കെതിരിൽ യുദ്ധം ചെയ്യണമെന്നും പറഞ്ഞ് ജനങ്ങളെ പ്രേരിപ്പിക്കാമായിരുന്നു. ഗ്രാമീണരായ അറബികൾ യുദ്ധത്തിന് പ്രേരണ നൽകുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന്
തന്നെ അവരെ തന്റെ ചമൽക്കാര പാടവം കൊണ്ട് ഇളക്കിവിടാമായിരുന്നു. പിന്നെ മുർത്തതാകുന്നതുവരെ എതിർത്താൽ മതിയായിരുന്നു. തുടർന്ന് പറയുന്നു, മുസൈലിമ കസാമിന് ചുറ്റും ഏകദേശം 100,000 ഗ്രാമീണവാസികൾ ഒരുമിച്ചു കൂടിയിരുന്നു. അലിയാകട്ടെ അവരുടെ സഹായത്തിന് കൂടുതൽ അർഹനും അത്തരം പദ്ധതികൾക്ക് കൂടുതൽ അനുയോജ്യനുമായിരുന്നു. ഇതെല്ലാമായിട്ടും നിങ്ങൾ കാഫർ എന്ന് പറയുന്ന മുൻ ഖലീഫമാരെ എന്തുകൊണ്ടാണ് അലി പിന്താങ്ങിയത്? അദ്ദേഹത്തിന് അധികാരത്തിൽ വരാമായിരുന്നു, പക്ഷേ അലസന്മാരെ പോലെ ഇരുന്നു യോദ്ധാക്കളെ പോലെ എണീറ്റില്ല. എന്ത് കാര്യമാണ് അദ്ദേഹത്തിന് സ്വീകാര്യതയുടെയും അഭിവൃദ്ധിയുടെയും എല്ലാ അടയാളങ്ങളും ഉണ്ടായിട്ടും യുദ്ധ നീക്കത്തിൽ നിന്ന് അദ്ദേഹത്തെ തടഞ്ഞത്? ഈ കാര്യങ്ങളിൽ നിന്നെല്ലാം തടഞ്ഞത് അദ്ദേഹം യുദ്ധത്തിനും സത്യത്തെ പിന്തുണയ്ക്കാനും ജനങ്ങളെ ക്ഷണിക്കാനും എന്തുകൊണ്ട് അദ്ദേഹം തന്റെ നാവിൽ ജനതയിൽ പ്രഭാഷണം നടത്തുന്ന ആളായിരുന്നില്ലേ? ജനഹൃദയങ്ങളിൽ ജീവൻ നൽകാൻ കഴിയുന്ന ചമൽക്കാര ചാതുരിയും സാഹിത്യവുമായി പ്രഭാഷണം നടത്തുന്ന ആളായിരുന്നില്ലേ? തന്റെ സാഹിത്യ ചാതുരിയുടെയും അല്ലെങ്കിൽ പ്രഭാഷണ സൗകുമാര്യതയുടെയും ശക്തി കൊണ്ടും സംബോധനയെ വശീകരിക്കാനുള്ള കഴിവ് മുഖേന ജനങ്ങളെ തനിക്ക് ചുറ്റും ഒരുമിച്ച് കൂട്ടുവാൻ അദ്ദേഹത്തിന് 1 മണിക്കൂർ, മറിച്ച് അതിലും കുറഞ്ഞ സമയം മതിയാകുമായിരുന്നു. ജനങ്ങൾ കള്ളനും ദജ്ജാലുമായ ഒരു വ്യക്തിക്ക് മുസൈലിമയ്ക്ക് കീഴിൽ ഒരുമിച്ച് കൂടാൻ ദൈവിക സിംഹത്തിന്റെ അവസ്ഥ തന്നെ ഒന്ന് വേറെയായിരുന്നില്ലേ? അദ്ദേഹം വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്ന റബ്ബിന്റെ സഹായമുള്ള ആളും സർവ്വലോക പരിപാലകന്റെ സ്നേഹിതനുമായിരുന്നു. ഇനി വിചിത്രമെന്ന് പറയണ്ടു, അദ്ദേഹം ബയ്യത്ത് ചെയ്തവരിൽ ഉൾപ്പെടുന്നതിൽ മാത്രം ഒതുങ്ങിയില്ല. അതായത് ബയ്യത്ത് ചെയ്യുക മാത്രമല്ല, എല്ലാ നമസ്കാരങ്ങളും ഷേഖൈൻ അതായത് അബൂബക്കറിനും ഉമറിനും പിന്നിൽ നമസ്കരിച്ചു. ഒരിക്കൽ പോലും അതിൽ അദ്ദേഹം എതിർപ്പ് കാണിച്ചില്ല. പരാതിക്കാരെ പോലെ അതിൽ നിന്ന് ഒഴിവായതുമില്ല. അദ്ദേഹം അവരുടെ കൂടിയാലോചനകളിൽ ഭാഗവാക്കായി. അവരുടെ വാദമുഖങ്ങളെ സത്യപ്പെടുത്തി. തന്റെ സർവശക്തിയും കഴിവും മുഖേന അവരെ സഹായിച്ചു. ഒരിക്കലും പിന്മാറിയതേയില്ല. അതുകൊണ്ടാണ് ചിന്തിച്ചു പറയുവിൻ, പ്രയാസത്തിൽ കഴിയുന്നവരുടെയും നിഷേധികളുടെയും ലക്ഷണം ഇതാണോ? ഇനി ഇതും കൂടി ചിന്തിക്കുവിൻ. കളവും കറ്റുകെട്ടുമാണെന്ന് അറിഞ്ഞിട്ടും ഹദ്രത്ത് അലി വ്യാജന്മാരെ പിന്തുണയ്ക്കുകയായിരുന്നു. അതായത് അദ്ദേഹത്തിന്റെ പക്കൽ സത്യവും അസത്യവും ഒരുപോലെയായിരുന്നു. ഹദ്രത്ത് മസീമദ് അലൈഹി സ്വലാത്തു വസ്സലാം ഹദ്രത്ത് അലിയെ സംബന്ധിച്ച് പറയുന്നു, എല്ലാത്തിനും കഴിവുടവനായ ശക്തിയിൽ സർവാർപ്പണം ചെയ്യുന്നവൻ ഒരു നിമിഷത്തേക്ക് പോലും വഞ്ചനയുടെ മാർഗത്തിന് പ്രാധാന്യം നൽകിയില്ലെന്ന് ഹദ്രത്ത് അലി റളിയല്ലാഹുവിന് അറിയാമായിരുന്നു. ചുരുക്കത്തിൽ ഹദ്രത്ത് മസീമദ് അലൈഹി സ്വലാം പറയുന്നു, ഹദ്രത്ത് അലി ഒരിക്കലും തന്റെ മുൻകാല ഖലീഫമാരെ എതിർത്തിട്ടുണ്ടായിരുന്നില്ല, മറിച്ച് അവർക്ക് ബയ്യത്ത് ചെയ്യുകയാണുണ്ടായത്. മാത്രമല്ല, നിങ്ങൾ ഹദ്രത്ത് അലിയെ സംബന്ധിച്ച് അദ്ദേഹം ഹദ്രത്ത് അബൂബക്കറിന് ബയ്യത്ത് ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് ഹദ്രത്ത് അലി റളിയല്ലാഹുവിന്റെ സ്ഥാനം ഉയർത്തുകയല്ല, മറിച്ച് ഇകഴ്ത്തുകയാണ് ചെയ്യുന്നത്. അതായത് തനിക്ക് മുമ്പ് ഉണ്ടായി കഴിഞ്ഞു കടന്നിരുന്ന 3 ഖലീഫമാരെ അദ്ദേഹം തരം താഴ്ത്തി കാണിക്കുന്നതായിരിക്കും അതുകൊണ്ടുണ്ടാകുന്ന ഫലം. ആദ്യകാല 3 ഖലീഫമാരുടെ കാലത്ത് ഹദ്രത്ത് അലിയുടെ സേവനങ്ങൾ എന്തെല്ലാമായിരുന്നു? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോൾ അറേബ്യയിൽ നിരവധി ഗോത്രങ്ങൾ മുർത്തദ് അഥവാ ദീനിൽ നിന്ന് പുറത്തു പോവുകയുണ്ടായി. മദീനയിലും കപട വിശ്വാസികൾ തലപൊക്കി. ബനു ഹനീഫയിലെയും യമനിലെയും നിരവധി ആളുകൾ മുസൈലിമ കസാബിനോടൊപ്പം കൂടി. ബനു അസദ്, തയ്യ് ഗോത്രങ്ങളും മറ്റ് നിരവധി പേരും തലീഹ അസദിയുടെ ചുറ്റും കൂടി ഇയാളെ നുബൂവത്ത് വാദിച്ചിരുന്നു. പ്രയാസങ്ങൾ വളരെ വർദ്ധിച്ചു. അവസ്ഥകൾ കൂടുതൽ കഠിനമായി. അപ്പോൾ ഹദ്രത്ത് അബൂബക്കർ, ഹദ്രത്ത് ഉസ്മാൻ, ഹദ്രത്ത് ഉസാമയുടെ സൈന്യത്തെ പറഞ്ഞയച്ചു. അങ്ങനെ ഹദ്രത്ത് അബൂബക്കറിന്റെ അടുക്കൽ വളരെ കുറച്ചു മാത്രം ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നിരവധി കാട്ടറബികൾ മദീനയെ പിടിച്ചെടുക്കാൻ ആഗ്രഹിക്കുകയും മദീനയെ ആക്രമിക്കാൻ പദ്ധതിയിടുകയും ചെയ്തു. അതേ തുടർന്ന് ഹദ്രത്ത് അബൂബക്കർ സിദ്ദീഖ് മദീനയിൽ പ്രവേശിക്കാനുള്ള മദീനയ്ക്ക് ചുറ്റും കാവൽക്കാരെ നിർണയിച്ചു. അവർ തങ്ങളുടെ സംഘത്തോടൊപ്പം മദീനയ്ക്ക് ചുറ്റും കാവൽ നിന്നുകൊണ്ട് രാത്രി കഴിച്ചു കൂട്ടുകയായിരുന്നു. കാവൽക്കാരെ മേൽനോട്ടക്കാരിൽ ഹദ്രത്ത് അലി ബിൻ അബി താലിബ്, സുബൈർ ബിൻ അവാം, തൽഹ ബിൻ അബ്ദുള്ള, സഅദ് ബിൻ അബി വക്കാസ്, അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, അബ്ദുല്ല ബിൻ
മസ്ഊദ് എന്നിവർ ഉൾപ്പെടുന്നു. അതായത് ഹസരത്ത് അലി സമയത്തും സംരക്ഷണത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ടതായിരുന്നു. ഒരു സൈന്യത്തിന്റെ ഭാഗമായിരുന്നു. അവരുടെ മേൽനോട്ടക്കാരനുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വഫാത്തിനെ കുറിച്ച് വാർത്ത വരുന്നപ്പോൾ അറേബ്യയിലെ അധിക ഗോത്രങ്ങളും മുർത്തദായി സക്കാത്ത് കൊടുക്കുന്നതിൽ നിന്ന് പിന്മാറി. ഹസരത്ത് അബൂബക്കർ സിദ്ദീഖ് അവരോട് യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചു. ഉർവ പറയുന്നു, ഹസരത്ത് അബൂബക്കർ മുഹാജിരീങ്ങളുടെയും അൻസാറുകളുടെയും കൂടെ മദീനയിൽ നിന്ന് പുറപ്പെട്ടു. അവർ നജിദിന്റെ ഉയർന്ന പ്രദേശത്ത് അഭിമുഖമായിട്ടുള്ള ഒരു കുളത്തിനരികിൽ എത്തിയപ്പോൾ ബദഹ് കാട്ടരബികൾ അങ്ങനെ ഭാര്യ മക്കളെയും കൊണ്ട് ഓടിപ്പോയി. വാസ്തവത്തിൽ ഒരു ഭാഗത്ത് മുസ്ലിങ്ങളാണെന്ന് പറയുകയും പൂർണ്ണമായും ദീൻ ഉപേക്ഷിക്കാതെ അതുകൊണ്ട് യുദ്ധം ചെയ്ത് അല്ലെങ്കിൽ മുർത്തത് ആയതുകൊണ്ട് അവർക്ക് ശിക്ഷ കൊടുത്തതല്ല. അവർ തിരിച്ചോടിപ്പോയപ്പോൾ ജനങ്ങൾ ഹദ്റത്ത് അബൂബക്കറിനോട് തിരിച്ച് മദീനയിലേക്ക് അല്ലെങ്കിൽ കുടുംബത്തിലേക്ക് വരാനും ആരെങ്കിലും സൈന്യാധിപനായി നിയോഗിക്കാനും അപേക്ഷിച്ചു. ജനങ്ങളുടെ നിർബന്ധപ്രകാരം അദ്ദേഹം ഹദ്റത്ത് ഖാലിദ് ബിൻ വലീദിനെ അമീറായി നിശ്ചയിച്ചു. അദ്ദേഹത്തോട് പറഞ്ഞു, മുസ്ലിങ്ങളാവുകയും സക്കാത്ത് വേണ്ടുന്നെന്ന് ബയ്യത്തിൽ ഉൾപ്പെടാനും സക്കാത്ത് കൊടുക്കാനും ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർക്ക് തിരിച്ചു വരാവുന്നതാണ്. ഹദ്റത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ചരിത്രത്തിൽ നിന്ന് മനസ്സിലാകുന്നത് ഹസ്രത്ത് ഉമർ തന്റെ ഖിലാഫത്ത് കാലത്ത് ചില യാത്രാവസരങ്ങളിൽ ഹസ്രത്ത് അലിയെ തന്റെ സ്ഥാനത്ത് മദീനയുടെ അമീറായി നിശ്ചയിച്ചിരുന്നു എന്നാണ്. താരിഖ് തബ്രിയിൽ പറയുന്നു, ജസർ സംഭവത്തിൽ മുസ്ലിങ്ങൾക്ക് ഇറാനിയൻ സേനയ്ക്ക് എതിരിൽ ഒരുതരം പരാജയം രുചിക്കേണ്ടി വന്നു. അപ്പോൾ ജനങ്ങളുടെ അഭിപ്രായപ്രകാരം ഹസ്രത്ത് ഉമർ ഇസ്ലാമിക സൈന്യത്തോടൊപ്പം ഇറാന്റെ അതിർത്തിയിൽ പോകാമെന്ന് നിശ്ചയിച്ചു. അപ്പോൾ തന്റെ അഭാവത്തിൽ ഹസ്രത്ത് അലിയെയാണ് മദീനയുടെ ഗവർണറായി നിശ്ചയിച്ചത്. ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, മുസ്ലിങ്ങൾക്കുണ്ടായ ഏറ്റവും വലുതും ഭയാനകവുമായ പരാജയം ജസ്ര യുദ്ധമായിരുന്നു. ഇറാനികളുടെ ദീൻ മുസ്ലിങ്ങളുടെ ഏറ്റവും നല്ല സൈന്യമാണ് പോയത്. ഇറാനി സൈന്യാധിപന്റെ കെട്ടിടത്തിൽ തന്നെ താവളമുണ്ടായി അവരെ കാണിച്ചിരുന്നു. ഇസ്ലാമിക സൈന്യം ആവേശത്തോടെ അവരെ കാത്തിരുന്നു. ഇസ്ലാമിക സൈന്യം ആവേശത്തോടെ മുന്നോട്ട് കുതിച്ച് ആക്രമണം നടത്തുകയും അവരെ പിന്നിലേക്ക് തള്ളി അകത്തേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തു. എന്നാൽ അയാളൊരു സൈന്യത്തെ സൈഡിലൂടെ പറഞ്ഞുവിട്ട് പാലത്തിന് നിയന്ത്രണം ഏറ്റെടുത്തു. തുടർന്ന് പുതുതായി മുസ്ലിങ്ങളെ ആക്രമിക്കാൻ തുടങ്ങി. അപ്പോൾ നിരവധി മുസ്ലിങ്ങൾ നദിയിൽ ചാടാൻ നിർബന്ധിതരായി. അസർ അവിടെ കൊല്ലപ്പെട്ടു. മുസ്ലിങ്ങൾക്കുണ്ടായ ഈ നഷ്ടം കാരണം മദീന പോലും വിറച്ചുപോയി. ഹദരത്ത് ഉമർ മദീനക്കാരെ വിളിച്ചുകൂട്ടിക്കൊണ്ട് പറഞ്ഞു, ഇനി മദീനയ്ക്കും ഇറാനുമിടയിൽ തടസ്സങ്ങളൊന്നും ബാക്കിയില്ല. മദീന പൂർണ്ണമായും നഗ്നമായിരിക്കുന്നു. ശത്രുക്കൾ ഏതാനും മാസങ്ങൾക്കകം ഇവിടെ എത്താൻ സാധ്യതയുണ്ട്. അതിനാൽ ഞാൻ സ്വയം കമാൻഡറായി പോകാൻ ആഗ്രഹിക്കുന്നു. മറ്റാളുകളും ഈ നിർദ്ദേശത്തെ ഇഷ്ടപ്പെട്ടു. എന്നാൽ ഹദ്റത്ത് അലി പറഞ്ഞു, താങ്കൾ കൊല്ലപ്പെട്ടാൽ ഷഹീദ് അഥവാ അള്ളാഹു അങ്ങനെ വരുത്താതിരിക്കട്ടെ, മുസ്ലിം ഐക്യത്തിന്റെ കെട്ട് പൊട്ടിപ്പോവുകയും ചെയ്യുന്നതാണ്. ആയതിനാൽ മറ്റാരെയെങ്കിലും അയക്കേണ്ടതാണ്. താങ്കൾ പോകരുത്. അപ്പോൾ ഹദ്റത്ത് ഉമർ റളിയല്ലാഹു അൻഹു റോമക്കാരുമായുള്ള യുദ്ധത്തിൽ സജീവമായിരുന്ന ഹദ്റത്ത് സാദിനെ ഇന്ന കഴിവ് ഇങ്ങനെ എഴുതി, കഴിയുന്നത്ര സൈന്യത്തെ അയച്ചു തരിക. കാരണം ഇപ്പോൾ മദീന പൂർണ്ണമായും നഗ്നമാക്കപ്പെട്ടിരിക്കുന്നു. ശത്രുക്കളെ ഉടൻ തന്നെ തടഞ്ഞില്ലെങ്കിൽ അവർ മദീനയെ കീഴടക്കുന്നതാണ്. ഹദ്റത്ത് ഉസ്മാന്റെ ഖിലാഫത്ത് കാലത്തുണ്ടായ ഫിത്നകളെയും ഫസാദുകളെയും ഇല്ലാതാക്കാൻ ഹദ്റത്ത് അലി അദ്ദേഹത്തിന് ആത്മാർത്ഥമായി അഭിപ്രായങ്ങൾ നൽകിക്കൊണ്ടിരുന്നു. ഒരിക്കൽ ഹദ്റത്ത് ഉസ്മാൻ അദ്ദേഹത്തോട് ചോദിച്ചു, രാജ്യത്ത് ഇപ്പോഴുള്ള അസ്വസ്ഥതയ്ക്കും പ്രയാസത്തിനുമുള്ള യഥാർത്ഥ കാരണവും അത് നിർമൂലനം ചെയ്യാനുള്ള മാർഗവും എന്താണ്? ഹദ്റത്ത് അലി വളരെ ആത്മാർത്ഥതയോടെ തികഞ്ഞ സ്വാതന്ത്ര്യത്തോടെ പറഞ്ഞു, ഇതുപോലുള്ള അസ്വസ്ഥതകൾ മുഴുവനും കൈകാര്യകർത്താക്കളുടെ അനീതിയുടെ പ്രതിഫലനമാണ്. ഹദ്റത്ത് ഉസ്മാൻ പറഞ്ഞു, ഞാൻ ഹദ്റത്ത് ഉമർ ശ്രദ്ധിച്ചിരുന്ന കാര്യങ്ങളാണ് പരിഗണിക്കുന്നത്. എന്നിട്ടും അവരോട് പൊതുവിൽ കാണപ്പെടുന്ന മുസ്ലിം വൈമുഖ്യത്തിന് എന്താണ് കാരണമെന്ന് മനസ്സിലാകുന്നില്ല. ഹദ്റത്ത് അലി പറഞ്ഞു, അത് ശരിയാണ്. പക്ഷെ ഹദ്റത്ത് ഉമർ എല്ലാത്തിന്റെയും സമ്പൂർത്തീകരണം തന്റെ കൈകളിലാണ് എപ്പോഴും വെച്ചിരുന്നത്. അദ്ദേഹം പിന്തുടരുന്നതിൽ വളരെ കാഠിന്യമുള്ള ആളായിരുന്നു. എത്രത്തോളം എന്നാൽ അറേബ്യയിലെ എത്ര ധിക്കാരിയായ ഒട്ടകം പോലും ഭയപ്പെട്ടിരുന്നു.
മേൽനോട്ടം വളരെ ശക്തമായിരുന്നു. എന്നാൽ അതിന് വിപരീതമായി താങ്കൾ ആവശ്യത്തിലധികം സൗമ്യനാകുന്നു. താങ്കളുടെ കൈകാര്യകർത്താക്കൾ ഈ സൗമ്യ സ്വഭാവത്തെ മുതലാക്കി തന്നിഷ്ടം കാണിക്കുകയാണ്. താങ്കൾക്ക് അതേപ്പറ്റി അറിയാൻ പോലും കഴിയുന്നില്ല. ജനങ്ങൾ മനസ്സിലാക്കുന്നത് കൈകാര്യകർത്താക്കൾ ചെയ്യുന്നതെല്ലാം ഖിലാഫത്തിന്റെ കൽപ്പനകളാണെന്നാണ്. അങ്ങനെ എല്ലാ അനീതികൾക്കും താങ്കൾ കുറിമാനമാക്കപ്പെടുന്നു. മിസ്രികൾ ഹദ്രത്ത് അലിയുടെ വീട് വളഞ്ഞു. അത് എത്രത്തോളം ശക്തമായിരുന്നു എന്നാൽ അന്നപാനീയങ്ങൾ പോലും തടയപ്പെട്ടു. ഇതേപ്പറ്റി ഹദ്രത്ത് അലിക്ക് അറിവ് ലഭിച്ചപ്പോൾ അദ്ദേഹം ഉപരോധം ഏർപ്പെടുത്തുന്നവരുടെ അടുക്കലെത്തി പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്ന ഈ ഉപരോധം ഇസ്ലാമിന് മാത്രമല്ല മനുഷ്യത്വത്തിന് പോലും എതിരാകുന്നു. കാഫര്യങ്ങൾ പോലും മുസ്ലിങ്ങളെ തടവുകാരാക്കുമ്പോൾ അന്നപാനീയങ്ങളിൽ നിന്ന് തടയാറില്ല. ഹദ്രത്ത് ഉസ്മാനെ പറ്റി ചോദിച്ചുകൊണ്ട് പറയുന്നു, ആ മനുഷ്യൻ നിങ്ങൾക്ക് എന്ത് നഷ്ടമാണ് വരുത്തിയിരിക്കുന്നത്? ഉപരോധക്കാർ ഹദ്രത്ത് അലിയുടെ ശിപാർശ ഗൗനിച്ചതേയില്ല. ഉപരോധത്തിൽ ഈ ഇളവുകളവുകൾ വരുത്താൻ തയ്യാറായതുമില്ല. ഹദ്രത്ത് അലി റളിയല്ലാഹു തആല അൻഹു ദേഷ്യപ്പെട്ടുകൊണ്ട് തന്റെ തലപ്പാവ് വലിച്ചെറിഞ്ഞ് തിരിച്ചുപോയി. ജനങ്ങൾ ഹദ്രത്ത് ഉസ്മാന്റെ വീട് ഉപരോധിക്കുകയും വെള്ളം തടയുകയും ചെയ്തു. അപ്പോൾ ഹദ്രത്ത് ഉസ്മാൻ മുകളിലൂടെ എത്തി നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾക്കിടയിൽ അലിയുടെ സാന്നിധ്യമുണ്ടോ? അവർ പറഞ്ഞു, ഇല്ല. പിന്നെ ചോദിച്ചു, സാദുണ്ടോ? അതിനും ഇല്ല എന്ന് മറുപടി കേട്ടപ്പോൾ അദ്ദേഹം അല്പനേരം നിശബ്ദനായിരുന്നു. തുടർന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളം വേണമെന്ന് ഹദ്രത്ത് അലിയോട് പോയി പറയൂ. ഹദ്രത്ത് അലി ഇതേക്കുറിച്ച് അറിഞ്ഞപ്പോൾ അദ്ദേഹം വെള്ളം നിറച്ച 3 പാത്രങ്ങൾ അദ്ദേഹത്തിനടുത്തേക്ക് കൊടുത്തുവിട്ടു. എന്നാൽ കലാപകാരികളുടെ പ്രതിരോധം കാരണം ഈ വെള്ളം നിറച്ച പാത്രങ്ങൾ ഹദ്രത്ത് അബൂബക്കറിന്റെ വീട്ടിലേക്ക് എത്തുന്നുണ്ടായിരുന്നില്ല. അതായത് കൊണ്ടുപോകാൻ അനുമതി ഉണ്ടായിരുന്നില്ല. ഈ പാത്രത്തിൽ എത്തി നോക്കുന്ന ശ്രമത്തിൽ ഈ പാത്രങ്ങൾ എത്തിക്കുന്ന ശ്രമത്തിൽ ബനു ഹാഷിമിലെയും ബനു ഉമയ്യയിലെയും നിരവധി അടിമകൾക്ക് പരിക്ക് പറ്റി. അവസാനം വെള്ളം ഹദ്രത്ത് ഉസ്മാന്റെ വീട്ടിലെത്തി. ഹദ്രത്ത് ഉസ്മാനെ വധിക്കാനുള്ള പദ്ധതിയാണെന്ന് അറിഞ്ഞപ്പോൾ ഹദ്രത്ത് അലി മലക്കുകളോട്, അതായത് ഇമാം ഹസനോടും ഇമാം ഹുസൈനോടും പറഞ്ഞു, നിങ്ങൾ വാളുമെടുത്ത് ഹദ്രത്ത് ഉസ്മാന്റെ വാതിൽക്കൽ ചെന്ന് നിൽക്കുക. ഓർക്കുക, ഒരു കലാപകാരിയും അദ്ദേഹത്തിനടുത്ത് എത്താൻ ഇടവരരുത്. ഇത് കണ്ടപ്പോൾ കലാപകാരികൾ ഹദ്രത്ത് ഉസ്മാന്റെ വീടിന്റെ ചുമലിന് നേരെ അമ്പെയ്യാൻ തുടങ്ങി. അതേ തുടർന്ന് ഹദ്രത്ത് ഹസനും മുഹമ്മദ് ബിൻ തൽഹയും രക്തത്തിൽ കുളിച്ചു. ഇതിനിടയിൽ മുഹമ്മദ് ബിൻ അബൂബക്കറും 2 കൂട്ടുകാരും അതിലൊരു മുസ്ലിം അൻസാരിയുടെ വീട്ടിലൂടെ നിശബ്ദനായി ഹദ്രത്ത് ഉസ്മാന്റെ വീട്ടിനകത്തേക്ക് ചാടിക്കയറി അദ്ദേഹത്തെ ഷഹീദാക്കി. ഹദ്രത്ത് അലി ഈ വിവരം അറിഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നില്ല. ഹദ്രത്ത് ഉസ്മാൻ ശപിക്കപ്പെട്ടു എന്ന് കാണുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം തന്റെ മക്കളോട് ചോദിച്ചു, നിങ്ങൾ 2 പേരും കാവൽ നിന്നിട്ടും എങ്ങനെയാണ് ഹദ്രത്ത് ഉസ്മാൻ ഷഹീദാക്കപ്പെട്ടത്? ഇത്രയും പറഞ്ഞ് അദ്ദേഹം ഹദ്രത്ത് ഹസന്റെ കരണത്തും ഹദ്രത്ത് ഉസ്മാന്റെ നെഞ്ചിലും അടിച്ചു. ഹദ്രത്ത് മുഹമ്മദ് ബിൻ തൽഹയെയും അബ്ദുല്ലാ ബിൻ സുബൈറിനെയും ശകാരിക്കുകയും ചെയ്തു. അവസാനത്തെ ദേഷ്യത്തോടെ അദ്ദേഹം അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോയി. ശദ്ദാദ് ബിൻ ഔസ് നിവേദനം ചെയ്യുന്നു, യൗമുദ്ദാർ ദിവസമാണ് ഹദ്രത്ത് ഉസ്മാന്റെ ഉപരോധം കഠിനമായത്. യൗമുദ്ദാർ അതായത് കലാപകാരികൾ ഹദ്രത്ത് ഉസ്മാനെ അദ്ദേഹത്തിന്റെ വീട്ടിൽ തടഞ്ഞുവെച്ച് വളരെ നിഷ്ഠൂരമായി ഷഹീദാക്കി. ഹദ്രത്ത് ഉസ്മാൻ ജനങ്ങളിലേക്ക് എത്തി നോക്കിയിട്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ ദാസന്മാരെ, നിവേദകൻ പറയുന്നു, അപ്പോൾ ഹദ്രത്ത് അലി തന്നെ വടിയിൽ കിടന്ന് വരുന്നതാണ് കാണുന്നത്. അദ്ദേഹം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തലപ്പാവ് ധരിച്ചിരുന്നു. തന്റെ തലപ്പാവ് തന്റെ വാൾ ഇട്ടിരുന്നു. അദ്ദേഹത്തിന് മുന്നിൽ മുഹാജിറുകളുടെയും അൻസാറുകളുടെയും സംഘമുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ഹദ്രത്ത് ഹസനും ഹദ്രത്ത് അബ്ദുല്ലാ ബിൻ ഉമറും ഉണ്ടായിരുന്നു. അദ്ദേഹം കലാപകാരികളുമായി ഏറ്റുമുട്ടി അവരെ അവിടെ നിന്ന് തുരത്തി. തുടർന്ന് അവർ ഹദ്രത്ത് ഉസ്മാന്റെ വീടിനുള്ളിൽ പ്രവേശിച്ചു. ഹദ്രത്ത് അലി പറഞ്ഞു, യാ അമീറുൽ മുഅ്മിനീൻ, താങ്കൾക്ക് സമാധാനം ഉണ്ടാകട്ടെ. താങ്കളെ അംഗീകരിക്കുന്നവരെയും കൂട്ടി നിഷേധികൾക്കെതിൽ യുദ്ധം ചെയ്യുന്നതുവരെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ദീനിന് ഉയർച്ചയും ശക്തിയും ലഭിച്ചുകൊണ്ടിരുന്നു. അള്ളാഹുവാണെ, ഇവർ തീർച്ചയായും താങ്കളെ വധിക്കുമെന്ന് ഞാൻ കാണുന്നു. ആയതിനാൽ ഇവരോട് യുദ്ധം ചെയ്യാൻ താങ്കൾ ഞങ്ങൾക്ക് അനുമതി തന്നാലും. അപ്പോൾ ഹദ്രത്ത് ഉസ്മാൻ പറഞ്ഞു,
അള്ളാഹു സത്യമാണെന്ന് കരുതുന്ന ഓരോ ആൾക്കും എന്നിൽ അവകാശമുണ്ട്. അതായത് ഞാൻ അള്ളാഹുവിനെ മുൻനിർത്തി പറയട്ടെ, എനിക്ക് വേണ്ടി മുസ്ലിങ്ങളുടെ ഒരു മീൻ മുള്ളിന്റെ അത്ര പോലും രക്തം ചിന്തരുത്. എനിക്ക് വേണ്ടി ആകുകയും ആരുടെയും രക്തം ഒഴുക്കരുത്. ഹസ്രത്ത് അലി വീണ്ടും അപേക്ഷിച്ചെങ്കിലും ഹസ്രത്ത് ഉസ്മാൻ അതേപ്പറ്റി നേരത്തെ കൊടുത്ത മറുപടി തന്നെ ആവർത്തിക്കുകയാണുണ്ടായത്. നിവേദകൻ പറയുന്നു, ഹസ്രത്ത് അലി ഹസ്രത്ത് ഉസ്മാന്റെ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ പറയുന്നുണ്ടായിരുന്നു, അള്ളാഹുവെ, ഞങ്ങൾ എല്ലാ നിലയ്ക്ക് ശ്രമിച്ചുവെന്ന് നിനക്കറിയാം. തുടർന്ന് അദ്ദേഹം മസ്ജിദ് നബവിയിൽ എത്തി. നമസ്കാര സമയം ആയിട്ടുണ്ടായിരുന്നു. ജനങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, അബുൽ ഹസൻ മുന്നോട്ട് വന്ന് നമസ്കരിപ്പിച്ചാലും. ഹസ്രത്ത് അലി പറഞ്ഞു, എനിക്ക് നമസ്കരിപ്പിക്കാൻ സാധ്യമല്ല, ഇമാം വീട്ടിലിറങ്ങലിലാണ്, ഞാൻ ഒറ്റയ്ക്ക് നമസ്കരിക്കുക എന്നതാണ്. അങ്ങനെ അദ്ദേഹം ഒറ്റയ്ക്ക് നമസ്കരിച്ച് തിരിച്ചുപോയി. ഹസ്രത്ത് അലിയുടെ മകൻ വന്ന് പറഞ്ഞു, ഉപ്പ, അള്ളാഹുവാണെ, ശത്രുക്കൾ ഹസ്രത്ത് ഉസ്മാന്റെ വീട് ആക്രമിച്ചിരിക്കുന്നു. അപ്പോൾ ഹസ്രത്ത് അലി പറഞ്ഞു, ഇന്നാ അല്ലാഹു ഇന്നാ ഇലൈഹി റാജിഊൻ, അള്ളാഹുവാണെ, അവർ അദ്ദേഹത്തെ വധിക്കുകയും ചെയ്തിട്ടുണ്ടാകും. ജനങ്ങൾ ചോദിച്ചു, ഷഹാദത്തിന് ശേഷം ഹസ്രത്ത് ഉസ്മാൻ എവിടെയായിരിക്കും? ഹസ്രത്ത് അലി പറഞ്ഞു, അള്ളാഹുവാണെ, അദ്ദേഹം സ്വർഗത്തിലായിരിക്കും. ജനങ്ങൾ ചോദിച്ചു, അബുൽ ഹസൻ, അവർ, അതായത് ഘാതകർ, എവിടെ ആയിരിക്കും? അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവാണെ, അവർ അഗ്നികുണ്ഡത്തിലായിരിക്കും. അദ്ദേഹം 3 തവണ ഇത് പറയുകയുണ്ടായി. കലാപകാരികൾ മദീനയെ ഉപേക്ഷിച്ചത് സംബന്ധിച്ച് ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു വിവരിക്കുന്നു, മിസ്റുകാർ ഹസ്രത്ത് അലിയുടെ അടുക്കലെത്തി. അദ്ദേഹം ആ സമയത്ത് മദീനയ്ക്ക് പുറത്ത് സൈന്യത്തെ നയിക്കുകയായിരുന്നു. അവരുടെ തല ചതച്ചരയ്ക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. അവർ പറഞ്ഞു, ഹസ്രത്ത് ഉസ്മാൻ ശരിയായി ഭരണനിർവഹണം നടത്താത്തതിനാൽ ഖിലാഫത്തിന് അർഹതയില്ലാതിരിക്കുന്നു. ഞങ്ങൾ അദ്ദേഹത്തെ പുറത്താക്കാൻ വന്നിരിക്കുന്നവരാണ്. താങ്കൾ അതിനുശേഷം ഈ പദവി ഏറ്റെടുക്കണമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അദ്ദേഹം അവരുടെ ഈ പ്രവർത്തനം വർത്തമാനം കേട്ടപ്പോൾ തന്റെ ദീനിനോടുള്ള ആവേശത്താൽ, അതായത് ഹസ്രത്ത് അലി മുനാഫിക്കുകളുടെ കാര്യം കേട്ടപ്പോൾ ദീനി ആവേശത്താൽ അദ്ദേഹം അത് തന്റെ സ്ഥാനമാനങ്ങൾക്ക് മാത്രമുള്ളതാകുന്നു അവരെ ആട്ടിപ്പായിക്കുകയും വളരെ പൗരുഷത്തോടെ പെരുമാറുകയും ചെയ്തു. ഹസ്രത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും പ്രവചനം എന്നോണം സുൽ മറിയമിലെയും ശിബിരിയും താവളമാക്കിയിരുന്ന സൈന്യത്തെ പരാമർശിച്ചുകൊണ്ട് അവർക്ക് മേൽ ശാപം ചൊരിഞ്ഞിരിക്കുന്നു. ആയതിനാൽ അള്ളാഹു നിങ്ങളെ നശിപ്പിക്കട്ടെ, വേഗം തിരിച്ചു പോരുവിൻ. അപ്പോൾ അവർ പറഞ്ഞു, വളരെ നല്ലത്, ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഇത്രയും പറഞ്ഞ് അവർ തിരിച്ചുപോയി. ഹസ്രത്ത് ഉസ്മാന്റെ ഷഹാദത്തും അതിനുശേഷം ഹസ്രത്ത് അലിയുടെ ഖിലാഫത്ത് സംബന്ധിച്ചും നേരത്തെയും ഒരിക്കൽ ചുരുക്കി വിവരിച്ചിരുന്നതാണ്. നേരത്തെ വിശദമായി പറഞ്ഞിരുന്നു, ഇപ്പോൾ ചുരുക്കി ഈ സംഭവം പറയാം. ഹസ്രത്ത് ഉസ്മാൻ ഷഹീദായപ്പോൾ എല്ലാ ആളുകളും ഹസ്രത്ത് അലിയുടെ അടുക്കൽ ഓടി വന്നു. അതിൽ സ്വഹാബാക്കളും മറ്റാളുകളും ഉണ്ടായിരുന്നു. എല്ലാവരും അലി അമീറുൽ മുഅ്മിനീൻ എന്ന് പറയുന്നുണ്ടായിരുന്നു. അവർ അദ്ദേഹത്തിന്റെ വീട്ടിൽ എത്തി എന്ന് പറഞ്ഞു, ഞങ്ങൾ താങ്കൾക്ക് ബയ്യത്ത് ചെയ്യാം, താങ്കൾ കൈനീട്ടിയാലും, കാരണം താങ്കളാണ് ഇതിനേറ്റവും അർഹൻ. അപ്പോൾ ഹസ്രത്ത് അലി പറഞ്ഞു, ഇത് നിങ്ങളുടെ ജോലിയല്ല, മറിച്ച് ബദരി സഹാബാക്കളാണ് ചെയ്യേണ്ടുന്നത്. ആയതിനാൽ ബദരി സഹാബാക്കൾ തൃപ്തിപ്പെടുന്ന ആൾ ഖലീഫയാകുന്നതാണ്. അപ്പോൾ എല്ലാവരും ഹസ്രത്ത് അലിയുടെ സൗധത്തിലെത്തി പറഞ്ഞു, ഞങ്ങൾ മറ്റാരെയും ഇതിന് അനുയോജ്യനാണെന്ന് കാണുന്നില്ല, ആയതിനാൽ കൈനീട്ടിയാലും ഞങ്ങൾ താങ്കൾക്ക് ബയ്യത്ത് ചെയ്യുന്നതാണ്. അദ്ദേഹം പറഞ്ഞു, തൽഹയും സുബൈറും എവിടെ? തുടർന്ന് ഹസ്രത്ത് തൽഹ അദ്ദേഹത്തിന് വാക്കാൽ ബയ്യത്ത് ചെയ്തു. ഏറ്റവും ആദ്യം ഹസ്രത്ത് സഅദാണ് ബയ്യത്ത് ചെയ്തത്. അദ്ദേഹത്തിന്റെ കൈകളിൽ ബയ്യത്ത് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടപ്പോൾ ഹസ്രത്ത് അലി പള്ളിയിലേക്ക് പോയി മിമ്പറിൽ കയറി. ഹസ്രത്ത് തൽഹ ഹസ്രത്ത് അലിക്ക് വേണ്ടി ഏറ്റവും ആദ്യം മിമ്പറിൽ കയറി അദ്ദേഹത്തിന് ബയ്യത്ത് ചെയ്തു. തുടർന്ന് ഹസ്രത്ത് സുബൈർ ബയ്യത്ത് ചെയ്തു. ശേഷം മറ്റ് സ്വഹാബാക്കളും ബയ്യത്ത് ചെയ്തു. ഹസ്രത്ത് ഉസ്മാന്റെ ഷഹാദത്തിന് ശേഷമുള്ള സംഭവങ്ങൾ വിവരിച്ചുകൊണ്ട് ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഹസ്രത്ത് ഉസ്മാൻ ഷഹീദാക്കപ്പെട്ടപ്പോൾ കുഴപ്പക്കാർ ബൈത്തുൽമാൽ കൊള്ളയടിക്കുകയും എതിർക്കുന്നവർ കൊല്ലപ്പെടുമെന്ന് വിളംബരപ്പെടുത്തുകയും ചെയ്തു. ജനങ്ങളെ ഒരുമിച്ച് കൂട്ടാൻ അനുവദിച്ചിരുന്നില്ല. ആർക്കും ഒരുമിച്ച് കൂടാൻ കഴിയുമായിരുന്നില്ല.
ഇന്ന് 144 പ്രഖ്യാപിക്കുന്നത് പോലെയുള്ള പ്രഖ്യാപനമായിരുന്നു മദീനക്കാരായ അവർ ശക്തമായി ഉപരോധിച്ചു. ആളുകളെയും പുറത്തേക്ക് പോകാൻ അനുവദിച്ചില്ല. അദ്ദേഹം ആരെയും പുറത്തേക്ക് പോകാൻ അനുവദിച്ചിരുന്നില്ല. കർഫ്യൂ പ്രഖ്യാപിച്ചതുപോലുള്ള അവസ്ഥയായിരുന്നു. ഹദ്റത്ത് അലിയെ സ്നേഹിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചിരുന്നവർ അദ്ദേഹത്തെയും തടഞ്ഞു. മദീന നല്ലപോലെ കൊള്ളയടിക്കപ്പെട്ടു. മറുഭാഗത്ത് തങ്ങളുടേത് വൃത്തികെട്ട മനസ്സാണെന്ന് തെളിയിച്ചുകൊണ്ട് ഹദ്റത്ത് ഉസ്മാൻ എന്ന പരിശുദ്ധ വ്യക്തിയെ അദ്ദേഹത്തെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സ്തുതിച്ചു പറഞ്ഞിട്ടുള്ളതാണ്. വധിച്ച ശേഷവും ഒഴിവാക്കിയില്ല. 3-4 ദിവസം വരെ മൃതദേഹം കബറടക്കാൻ സമ്മതിച്ചില്ല. അവസാനം ഏതാനും സഹാബാക്കൾ ചേർന്ന് രഹസ്യമായി കബറടക്കുകയാണ് ഉണ്ടായത്. ഹദ്റത്ത് ഉസ്മാനോടൊപ്പം ഏതാനും അടിമകളും ഷഹീദാക്കപ്പെട്ടിരുന്നു. അവരുടെ മൃതദേഹങ്ങൾ കബറടക്കാൻ സമ്മതിച്ചില്ല. അവരെ നായ്ക്കൾക്ക് മുന്നിലേക്ക് ഇട്ടുകൊടുത്തു. ഹദ്റത്ത് ഉസ്മാനോടും അദ്ദേഹത്തിന്റെ ഭൃത്യന്മാരോടുമുള്ള ഈ പെരുമാറ്റത്തിന് ശേഷം കുഴപ്പക്കാർ മദീനക്കാർക്ക് അവരുമായി യാതൊരു ശത്രുതയും ഇല്ലായിരുന്നു വിട്ടയച്ചു. സഹാബാക്കൾ അവിടെ നിന്ന് ഓടിപ്പോകാൻ തുടങ്ങി. 5 ദിവസം ഇങ്ങനെ തന്നെ കടന്നുപോയി. മദീനയ്ക്ക് യാതൊരു ഭരണാധികാരവുമില്ലായിരുന്നു. കുഴപ്പക്കാർ ആരെയെങ്കിലും സ്വയം ഖലീഫയാക്കാനുള്ള പരിശ്രമത്തിലുമായിരുന്നു. എങ്ങനെയായാലും അത് ചെയ്യുമെന്നും കരുതി. എന്നാൽ സ്വഹാബാക്കൾ ഹദ്റത്ത് ഉസ്മാനെ വധിച്ചവർ ഖലീഫയാകുന്നത് സഹിക്കുമായിരുന്നില്ല. കുഴപ്പക്കാർ ഹദ്റത്ത് അലി, തൽഹ, സുബൈർ എന്നിവരുടെ അടുക്കൽ ഊഴമിട്ട് പോയി ഖലീഫയാകാൻ അഭ്യർത്ഥിച്ചു. പക്ഷെ അവർ നിരാകരിക്കുകയാണുണ്ടായത്. അവർ നിരാകരിക്കുകയും മുസ്ലിങ്ങൾ അവരുടെ സാന്നിധ്യത്തിൽ മറ്റാരെയും ഖലീഫയായി അംഗീകരിക്കില്ലെന്നും കണ്ടപ്പോൾ കുഴപ്പക്കാർ ഇവരെ സംബന്ധിച്ചും കാഠിന്യം കാണിച്ചു തുടങ്ങി. ആരും ഖലീഫയായില്ലെങ്കിൽ ഇസ്ലാമിക ലോകത്ത് തങ്ങൾക്കെതിരെ ശക്തമായ എതിർപ്പുണ്ടാകുമെന്ന് മനസ്സിലാക്കിയ കുഴപ്പക്കാർ ഇങ്ങനെ വിളംബരപ്പെടുത്തി: 2 ദിവസത്തിനുള്ളിൽ ഖലീഫയെ തീരുമാനിച്ചാൽ നല്ലത്, അല്ലെങ്കിൽ ഞങ്ങൾ അലി, തൽഹ, ഉസ്മാൻ മുതലായ സകല ആളുകളെയും വധിക്കുന്നതാണ്. അതോടുകൂടി മദീനക്കാർക്കിടയിൽ ഹദ്റത്ത് ഉസ്മാനെ വധിച്ചിരിക്കെ നമ്മളോടൊപ്പം നമ്മുടെ ഭാര്യ മക്കളും എന്തെല്ലാം ചെയ്യില്ല എന്ന ആശങ്കകളോടും എന്തെല്ലാം ചെയ്തില്ല എന്ന ആശങ്കകളും പരക്കാൻ തുടങ്ങി. അവർ ഹദ്റത്ത് അലിയുടെ അടുക്കലെത്തി ഖലീഫയാകാൻ പറഞ്ഞു. എന്നാൽ അദ്ദേഹം അത് നിരാകരിച്ചുകൊണ്ട് പറഞ്ഞു: ഞാൻ ഖലീഫയായാൽ ഞാനാണ് ഉസ്മാനെ കൊല ചെയ്യിച്ചതെന്ന് എല്ലാവരും പറയാൻ തുടങ്ങും. ഈ ഭാരം എന്നിൽ നിന്ന് അകലുന്നതുമല്ല. ഇത് സംബന്ധിച്ച് തന്നെയാണ് ഹദ്റത്ത് തൽഹയും ഹദ്റത്ത് സുബൈറും പറഞ്ഞത്. സഹാബാക്കൾ ഖലീഫ ആകണമെന്ന് പറഞ്ഞവർ നിഷേധിക്കുകയാണ് ചെയ്തത്. അവസാനം എല്ലാവരും ഹദ്റത്ത് അലിയുടെ അടുക്കലെത്തി പറഞ്ഞു: എന്തു തന്നെയായാലും താങ്കൾ ഈ ഭാരം ഏറ്റെടുത്താലും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു: എല്ലാവരും മസ്ജിദിൽ ഒത്തുകൂടി ഞാൻ ഇത് അദ്ദേഹത്തെ അംഗീകരിച്ചില്ലെങ്കിലും ചിലരെ എതിർത്തുകൊണ്ട് പറഞ്ഞു: ഹദ്റത്ത് ഉസ്മാന്റെ ഘാതകരെ ശിക്ഷിക്കുന്നതുവരെ ഞങ്ങൾ ഒരു ഖലീഫയും അംഗീകരിക്കുന്നതല്ല. ചിലർ പറഞ്ഞു: പുറത്തുനിന്നുള്ളവരുടെ അഭിപ്രായം അറിയുന്നത് വരെ ആരും ഖലീഫയാകരുത്. എന്നാൽ ഇത്തരം ആളുകളുടെ എണ്ണം കുറവായിരുന്നു. അങ്ങനെ ഹദ്റത്ത് അലി ഖലീഫയാകാൻ സമ്മതിച്ചു. എന്നാൽ അദ്ദേഹം ആശങ്കപ്പെട്ടു തന്നെ സംഭവിച്ചു. മുഴുവൻ മുസ്ലിം ലോകവും, അതായത് ഉസ്മാനെ കൊല ചെയ്യിച്ചുകൊണ്ട് ആണെന്ന് പറയാൻ തുടങ്ങി. ഹദ്റത്ത് മുസ്ലിം അല്ലാഹു തആല പറയുന്നു: ഹദ്റത്ത് അലിയുടെ മറ്റെല്ലാ മേന്മകളെയും അവഗണിച്ചാലും ഇത്തരം ഭയാനകമായ അവസ്ഥയിൽ ഖിലാഫത്ത് പദവി സ്വീകരിച്ചത് വളരെ ധൈര്യവും തന്റെയുമുള്ള കാര്യമാകുന്നു. തന്റെ അന്തസ്സിനും വ്യക്തിത്വത്തിനും ഇസ്ലാമിനു മുന്നിൽ യാതൊരു പരിഗണനയും നൽകാതെ ഇത്രയും വലിയ ഭാരം ഏറ്റെടുത്തത് തീർച്ചയായും വളരെയേറെ സ്തുത്യർഹമായ കാര്യമാകുന്നു. ഹസ്രത്ത് മുസ്ലിം മൗദ് ഹസ്രത്ത് ഉസ്മാന്റെ ഷഹാദത്തിനെ തുടർന്നുള്ള സംഭവങ്ങൾ വിവരിച്ചുകൊണ്ട് ഒരു സ്ഥലത്ത് ഇങ്ങനെ പറയുന്നു: 1-2 ദിവസം കൊള്ളയടിക്കുന്നത് സജീവമായിരുന്നു. എന്നാൽ ആവേശം നടത്തപ്പോൾ കലാപകാരികൾക്ക് തങ്ങളുടെ പര്യവസാനത്തെപ്പറ്റി ആധിയാവുകയും ഇനി എന്തുണ്ടാക്കുമെന്ന കാര്യത്തിൽ ഭയപ്പെടാനും തുടങ്ങി. ഹദരത്ത് മുആവിയ ശക്തനാണെന്നും അദ്ദേഹം തീർച്ചയായും ഇതിന് പകരം ചോദിക്കുമെന്നും കരുതി ചില ആളുകൾ ഈജിപ്തിലേക്ക് പോയി. അവിടെ എത്തി ഹദരത്ത് ഉസ്മാൻ ഷഹീദാക്കിയതാണെന്ന് വിലപിക്കാനും തുടങ്ങി.
ആരെങ്കിലും അതിന് പകരം ചോദിക്കണമെന്നും പറയാൻ തുടങ്ങി. ചിലർ വഴി ഹസരത്ത് സുബൈറിനോടും ഹസരത്ത് ആയിഷയോടും കണ്ട് പറഞ്ഞു, ഇസ്ലാമിന്റെ ഖലീഫ വധിക്കപ്പെടുകയും മുസ്ലിങ്ങൾ നിശബ്ദരായിരിക്കുകയും ചെയ്യുന്നത് എത്രമാത്രം അക്രമമാണ്, അനീതിയാണ്. ചില ആളുകൾ ഹസരത്ത് അലിയുടെ കീഴിൽ ഓടിയെത്തി പറഞ്ഞു, ഇപ്പോൾ പ്രയാസത്തിന്റെ സമയമാണ്, ഇസ്ലാമിക സാമ്രാജ്യം തകരുമെന്ന ആശങ്കയുണ്ട്. അതായത് ജനങ്ങൾ ആയതിനാൽ താങ്കൾ ബൈഅത്ത് സ്വീകരിക്കണം. അങ്ങനെ ജനങ്ങളുടെ ഭയം മാറി സമാധാനം നിലനിൽക്കുമാറാകണം. മദീനയിലേക്കുള്ള സ്വഹാബാക്കളും ഒന്നിച്ച് ഇതേ അഭിപ്രായം തന്നെ പറയുകയുണ്ടായി. അതായത് ഈ സമയത്ത് താങ്കൾ ഈ ഭാരം ഏറ്റെടുക്കുന്നത് പുണ്യവും ദൈവിക തൃപ്തിക്ക് നിദാനവുമായിരിക്കും. അങ്ങനെ 4 പാട് നിന്നും അദ്ദേഹത്തെ നിർബന്ധിച്ചപ്പോൾ അദ്ദേഹം പലതവണ നിരാകരിച്ചതാണെങ്കിലും നിർബന്ധിതാവസ്ഥയിൽ അത് ഏറ്റെടുക്കുകയും ബയ്യത്ത് സ്വീകരിക്കുകയും ചെയ്തു. ഹസരത്ത് അലിയുടെ ഈ പ്രവൃത്തി വളരെ യുക്തിഭദ്രമായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അദ്ദേഹം അന്ന് ബയ്യത്ത് സ്വീകരിച്ചില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹവും ഹസരത്ത് മുആവിയയും തമ്മിലുള്ള യുദ്ധത്തിൽ ഉണ്ടായ നഷ്ടത്തേക്കാൾ വലിയ നഷ്ടം ഇസ്ലാമിന് സംഭവിക്കുമായിരുന്നു. ഇതാണ് ഹസരത്ത് മുസ്ലിം അൻഹു ഇതിൽ നിന്ന് എടുക്കുന്ന പരിണിത ഫലം. തുടർന്ന് ഹസരത്ത് മുസ്ലിം അൻഹു പറയുന്നു, ഓർക്കുക, ഹസരത്ത് തൽഹിയെയും ഹസരത്ത് സുബൈറിനെയും സംബന്ധിച്ച് അവർ ഹസരത്ത് അലിയുമായി ചെയ്ത ബയ്യത്ത് ലംഘിച്ചു. അങ്ങനെ തെറ്റായ മാതൃകകളാണ് ചെയ്തതെന്ന് പറയപ്പെടുന്നു. അവർ സമാധാനത്തോട് ബയ്യത്ത് ചെയ്തു എന്ന് പറയുന്നവരുമുണ്ട്. എന്നാൽ അതും സമാധാനത്തിലല്ലായിരുന്നു. അതിന്റെ വിശദീകരണം ഹസരത്ത് മുസ്ലിം അൻഹു നൽകുന്നുണ്ട്. അതായത് അവർ ബയ്യത്ത് ഒഴിവാക്കി ഹസരത്ത് ആയിഷയോടൊപ്പം കൂടിയെന്നും അദ്ദേഹം അതിൽ യുദ്ധം ചെയ്തുവെന്നും പറയുന്നതിനെ പറ്റി ഹസരത്ത് മുസ്ലിം അൻഹു എഴുതുന്നു, ഈ തെറ്റായ ഉദാഹരണവും ചരിത്രത്തിൽ അവഗാഹമില്ലാത്തതിന് തെളിവാകുന്നു. അങ്ങനെയല്ല സംഭവിച്ചത്. ചരിത്രങ്ങളെല്ലാം ഹസരത്ത് തൽഹിയെയും ഹസരത്ത് സുബൈറിനെയും ഹസരത്ത് അലിയെ ബയ്യത്ത് ചെയ്തത് സന്തോഷപൂർവ്വം അല്ലായിരുന്നുവെന്നും നിർബന്ധപൂർവമായിരുന്നുവെന്നും എന്നതിൽ ഒരൊറ്റ അഭിപ്രായമുള്ള ഹദീസുകളുമില്ല. മുഹമ്മദ് തൽഹ എന്ന 2 നിവേദകരിൽ നിന്ന് തിബിരി ഉദ്ധരിക്കുന്ന നിവേദനത്തിൽ പറയുന്നു, ഹസരത്ത് ഉസ്മാൻ ഷഹീദായപ്പോൾ ജനങ്ങൾ പരസ്പരം കൂടിയാലോചിച്ച് ആരെങ്കിലും ഖലീഫയാക്കണമെന്നും അവരുടെ സന്താനം നിലനിൽക്കുകയും കുഴപ്പങ്ങൾ ഇല്ലാതാകുമെന്നും ആഗ്രഹിച്ചു. അപ്പോൾ ജനങ്ങൾ ഹസരത്ത് അലിയുടെ അടുക്കൽ പോയി പറഞ്ഞു, താങ്കൾ ഞങ്ങളുടെ ബയ്യത്ത് സ്വീകരിച്ചാലും. ഹസരത്ത് അലി പറഞ്ഞു, നിങ്ങൾക്ക് എന്റെ ബയ്യത്ത് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും എന്നെ അനുസരിക്കേണ്ടി വരുന്നതാണ്. ഒരു കാര്യം സ്വീകാര്യമാണെങ്കിൽ ഞാൻ ബയ്യത്ത് സ്വീകരിക്കാൻ തയ്യാറാണ്. അല്ലെങ്കിൽ നിങ്ങൾ മറ്റാരെങ്കിലും ഖലീഫയാക്കുക. ഞാൻ അദ്ദേഹത്തെ പൂർണ്ണമായും അനുസരിക്കുന്നതാണ്. ആര് ഖലീഫയായാലും ഞാൻ നിങ്ങളെക്കാൾ അധികം അദ്ദേഹത്തെ അനുസരിക്കുന്നതായി കാണാവുന്നതാണ്. അവർ പറഞ്ഞു, ഞങ്ങൾ താങ്കളെ അനുസരിക്കാൻ തയ്യാറാണ്. ഹസരത്ത് അലി പറഞ്ഞു, എങ്കിൽ നല്ലപോലെ ചിന്തിച്ച് പരസ്പരം കൂടിയാലോചന നടത്തുവിൻ. അങ്ങനെ അവർ കൂടിയാലോചനയ്ക്ക് ശേഷം ഹസരത്ത് തൽഹിയും ഹസരത്ത് സുബൈറും ഹസരത്ത് അലിക്കും ബയ്യത്ത് ചെയ്യണമെന്നും അങ്ങനെയായ എല്ലാവരും ഹസരത്ത് അലിക്ക് ബയ്യത്ത് ചെയ്യുമെന്നും അല്ലാത്ത പക്ഷം ഹസരത്ത് അലിക്ക് ബയ്യത്ത് ചെയ്യുകയില്ലെന്നും അതുവരെ പൂർണ്ണമായ സമാധാനം സാധ്യമല്ലെന്നും തീരുമാനമായി. തുടർന്ന് ഹാഷിം ബിൻ ജിബിലയെ കുറിച്ച് 2 പേരും കൂട്ടി ഹസരത്ത് സുബൈറിന്റെ അടുക്കലേക്കും ഹസരത്ത് മാലിക് അഷ്തറിന്റെ അടുക്കലേക്കും ആളുകളെ പറഞ്ഞയച്ചു. അവർ വാൾമുനയിൽ നിർത്തി അവരെ ബയ്യത്ത് ചെയ്യാൻ നിർബന്ധിച്ചു. അതായത് അവർ വാളുമായി മുന്നിൽ നിന്നിട്ട് പറഞ്ഞു, ഹസരത്ത് അലിക്ക് ബയ്യത്ത് ചെയ്യുന്നില്ലെങ്കിൽ അറിയുക, ഞങ്ങൾ നിങ്ങളെ കുറപ്പെടുത്തുന്നതാണ്. അങ്ങനെ അവർ നിർബന്ധിതാവസ്ഥയിൽ സമ്മതം അറിയിച്ചതല്ല. അവർ തിരിച്ചെത്തി. അടുത്ത ദിവസം ഹസരത്ത് അലി മിമ്പറിൽ കയറി പറഞ്ഞു, ജനങ്ങളെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു സന്ദേശം നൽകിയിരുന്നു. എന്നാൽ ആലോചിച്ചു പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ അതേപോലെ ചിന്തിച്ച് നോക്കുക. ഞാൻ ഇന്നലെ പറഞ്ഞത് എന്താക്കി? നിങ്ങൾ അതിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അറിയുക, നിങ്ങൾക്ക് എന്നെ പൂർണ്ണമായും അനുസരിക്കേണ്ടതായി വരും. അങ്ങനെ അവർ ഹസരത്ത് തൽഹിയെയും ഹസരത്ത് സുബൈറിനെയും അടുക്കൽ കൊണ്ടുപോയി.
അവരെ നിർബന്ധപൂർവ്വം വലിച്ചു കൊണ്ടുവന്നു. നിവേദനങ്ങളിൽ വ്യക്തമായും ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: അവർ ഹദരത്ത് അബൂ തൽഹയുടെ അടുക്കലെത്തി ബയ്യത്തിന് വേണ്ടി പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇന്നി അന്നമ ഉബായു കർഹ. നോക്കുക, ഞാൻ നിർബന്ധപൂർവ്വം ബയ്യത്ത് ചെയ്യുകയാണ്, സന്തോഷത്തോടെയല്ല ബയ്യത്ത് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഹദരത്ത് സുബൈറിന്റെ അടുക്കലെത്തി അദ്ദേഹത്തോടും ബയ്യത്ത് ചെയ്യാൻ പറഞ്ഞു. അദ്ദേഹവും ഇതുപോലെ തന്നെ മറുപടി നൽകി, അതായത് ഇന്നി അന്നമ ഉബായു കർഹ, നിങ്ങൾ എന്നെ നിർബന്ധിച്ച് ബയ്യത്ത് ചെയ്യിക്കുന്നു, ഹൃദയപൂർവ്വമല്ല ബയ്യത്ത് ചെയ്യുന്നത്. ഹസരത്ത് അബ്ദുറഹ്മാനു ബിൻ ജുന്ദൂബ് തന്റെ പിന്നിൽ അണിനിരന്ന് നിവേദനം ചെയ്യുന്നു: ഹസരത്ത് ഉസ്മാന്റെ വധത്തിന് ശേഷം ഇഷ്തർ തൽഹിയുടെ അടുക്കൽ പോയി ബയ്യത്ത് ചെയ്യാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് സാവകാശം തരൂ, ജനങ്ങൾ എന്താണ് തീരുമാനിക്കുന്നതെന്ന് നോക്കട്ടെ. എന്നാൽ അദ്ദേഹത്തെ വീട്ടിലാക്കിയില്ല. ജാഅബിഹി യുത്തല്ലാഹു അലൻ അനീഫ, അതായത് അദ്ദേഹത്തെ വളരെ ശക്തമായി മണ്ണിലൂടെ വലിച്ചഴിച്ചു കൊണ്ടുവന്നു, ആടുകളെ വലിച്ചഴിച്ചു കൊണ്ടിരുന്നത് പോലെ. ഹസരത്ത് മുസ്ലിം തലഹ് പറയുന്നു, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബി ഹസരത്ത് തൽഹ ഒരു പരസ്പരമുള്ള വഴക്കിനെ തുടർന്ന് അലിയെ നേരിടാൻ തയ്യാറായി. പക്ഷെ അതിൽ തന്റെ തന്നെയാണ് തെറ്റ് എന്ന് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം യുദ്ധമൈതാനത്ത് നിന്ന് തിരിച്ചുപോയി. ഈ കഥ ഇവിടെയാണ് തുടങ്ങുന്നത്. ഹസരത്ത് തൽഹ യുദ്ധത്തിന് തയ്യാറായും ബയ്യത്ത് ചെയ്തിട്ടുമുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ വിശദീകരണവും അദ്ദേഹം നൽകുന്നുണ്ട്. എതിർക്കാനാണ് വന്നതെങ്കിലും ആദ്യം നിർബന്ധപൂർവ്വം ബയ്യത്തും ചെയ്തിരുന്നു. പിന്നീട് യുദ്ധത്തിനും വന്നു. ബയ്യത്ത് നിർബന്ധപൂർവ്വം വാങ്ങിയതാണ്. പിന്നീട് അവസരം കിട്ടിയപ്പോൾ എതിർപ്പുമുണ്ടായി, യുദ്ധവുമുണ്ടായി. എന്നാൽ കാര്യം അദ്ദേഹത്തിൽ നിന്നും ബോധ്യമായപ്പോൾ, ഹദരത്ത് അലിയാണ് ശരിയെന്ന് അറിഞ്ഞപ്പോൾ യുദ്ധമൈതാനത്ത് നിന്ന് തിരിച്ചു പോവുകയാണ് ഉണ്ടായത്. ഇത് സംബന്ധിച്ച് ഹദരത്ത് മുസ്ലിം തലൻഹു എഴുതുന്നു, അദ്ദേഹം തിരിച്ച് വീട്ടിൽ പോകുമായിരുന്നു. അപ്പോൾ അലിയുടെ സൈന്യത്തിൽപ്പെട്ട ഒരു കാട്ടറബിയാണെന്ന് പറയപ്പെടുന്നു അദ്ദേഹത്തെ വധിക്കുകയുണ്ടായി. തുടർന്ന് ഹദരത്ത് അലി റളിയല്ലാഹുവിന്റെ അടുക്കെത്തി സമ്മാന പ്രതീക്ഷയിൽ പറഞ്ഞു, താങ്കൾക്ക് സന്തോഷമായിരിക്കട്ടെ, താങ്കളുടെ ശത്രു തൽഹ എന്റെ കൈകളാൽ കൊലയപ്പെട്ടിരിക്കുന്നു. ഹദരത്ത് അലി പറഞ്ഞു, ഞാൻ നിനക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പക്കൽ നിന്ന് നരകത്തെ സംബന്ധിച്ച സുവാർത്ത നൽകുന്നത്. കാരണം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറയുന്നതായി ഞാൻ കേട്ടിരുന്നു, തൽഹ ഒരു നരകാവകാശിയുടെ കൈകളാൽ വധിക്കപ്പെടുന്നതാണ്. തുടർന്ന് ഇതേ സംഭവത്തെ വിവരിച്ചുകൊണ്ട് ഹദരത്ത് മുസ്ലിം തലൻഹു പറയുന്നു, ഹാക്കിം നിവേദനം ചെയ്യുന്നു, സൗർ ബിൻ മജ്സി എന്നോട് പറഞ്ഞു, ജമൽ യുദ്ധാവസരത്തിൽ ഞാൻ ഹദരത്ത് തൽഹയുടെ സമീപത്തോടുകൂടി പോയി. അപ്പോൾ അദ്ദേഹം മരണാസന്നനായിരുന്നു. അദ്ദേഹത്തെ പരിക്കേൽപ്പിച്ചപ്പോൾ അദ്ദേഹം മരണാസന്നനായി. അദ്ദേഹം എന്നോട് ചോദിച്ചു, നീ ഏത് വിഭാഗക്കാരനാണ്? ഞാൻ പറഞ്ഞു, ഞാൻ ഹദരത്ത് അമീറുൽ മുഅ്മിനീൻ അലിയുടെ പക്ഷക്കാരനാകുന്നു. അപ്പോൾ പറഞ്ഞു, നല്ലത്, കൈനീട്ടു. ഞാൻ അദ്ദേഹത്തിന് ബയ്യത്ത് ചെയ്യാൻ കൈ നീട്ടിക്കൊടുത്തു. അദ്ദേഹം എന്റെ കയ്യിൽ ബയ്യത്ത് ചെയ്യുകയും അദ്ദേഹം ശരിയാണെന്ന് അംഗീകരിക്കുകയും ചെയ്തു. ഞാൻ വന്ന് ഹദരത്ത് അലിയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ലാഹു അക്ബർ, അള്ളാഹുവിൻ റസൂലിന്റെ വഴികൾ എത്രമാത്രം സത്യമായി പുലർന്നിരിക്കുന്നു. തൽഹ എന്റെ ബയ്യത്ത് കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കരുതെന്നാണ് അയാളെ അള്ളാഹു ആഗ്രഹിച്ചത്. അദ്ദേഹം അശ്രയമുബശ്ശിറ സ്വർഗീയ സുവാർത്ത ലഭിച്ച 10 പേരിൽ ഉൾപ്പെടുന്നു. ആദ്യം നിർബന്ധാവസ്ഥയിലാണ് ബയ്യത്ത് ചെയ്തിരുന്നത്, അതേപ്പറ്റി ഞാൻ പറഞ്ഞിരുന്നു. എന്നാൽ പിന്നീട് പൂർണ്ണ തുറന്ന മനസ്സോടെ ബയ്യത്ത് ചെയ്തു. നന്മയും സൗഭാഗ്യവും ഉണ്ടായിരുന്നു. അള്ളാഹു സ്വർഗത്തിൽ കൊണ്ടുപോകാമെന്ന് വാഗ്ദാനവും നൽകിയിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ബയ്യത്തിൽ നിന്ന് പുറത്തുപോയ അവസാനമാകരുതെന്ന് അള്ളാഹു ആഗ്രഹിച്ചു. ആ സമയത്താണ് അവസരം കിട്ടിയത്. അപ്പോൾ ബയ്യത്ത് ചെയ്യുകയുമുണ്ടായി. ഈ സംഭവങ്ങൾ തുടർന്നും വരുന്നതാണ്. ഇന്ന് വീണ്ടും ഞാൻ അൾജീരിയയിലെ അഹമ്മദികൾക്ക് വേണ്ടിയും പാകിസ്ഥാനിലെ അഹമ്മദികൾക്ക് വേണ്ടിയും ദുആ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അള്ളാഹു അവരെ സംരക്ഷിക്കുമാറാകട്ടെ. അൾജീരിയയിലും അവസ്ഥകൾ കഠിനമായി കൊണ്ടിരിക്കുന്നു. അവിടെയുള്ള സർക്കാർ വക്കീൽ അഹമ്മദികൾക്ക് മേൽ കൂടെ കേസുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു.
പാകിസ്ഥാനിലും പ്രയാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹു പ്രയാസങ്ങൾ ഉണ്ടാക്കുകയും ഏതെങ്കിലും വിധത്തിൽ ശത്രുത കാണിക്കുകയും ചെയ്യുന്നവരെ ഗുണപാഠദായകമായ വിധത്തിൽ ശിക്ഷിക്കുകയും എത്രയും വേഗം അഹമ്മദികളുടെ അവസ്ഥകൾ നന്നാക്കുകയും അവരുടെ പ്രയാസങ്ങൾ എളുപ്പമാക്കുകയും ചെയ്യുമാറാകട്ടെ. അതോടൊപ്പം പാകിസ്ഥാനിലെ അഹമ്മദികൾ പ്രത്യേകിച്ചും ദുആകളിൽ ബദ്ധശ്രദ്ധരാകേണ്ടിയിരിക്കുന്നു. ശ്രദ്ധ നൽകേണ്ട വിധം ഇക്കാര്യത്തിൽ ശ്രദ്ധയില്ല. അതായത് നേരത്തേതിലും ഉപരി ദുആകളിൽ ശ്രദ്ധ ചെലുത്തുക. അള്ളാഹു നമ്മെ എത്രയും വേഗം പ്രയാസങ്ങളിൽ നിന്ന് പുറത്തെത്തിക്കുകയും എളുപ്പമുണ്ടാക്കുകയും നമുക്ക് സ്വതന്ത്രമായി പാകിസ്ഥാനിലും ലോകത്തുള്ള എല്ലാ കോണുകളിലും സന്ദേശം എത്തിക്കാൻ കഴിയുകയും ചെയ്യുമാറാകട്ടെ. ആദ്യത്തെ ജനാസ റവൂയിലെ ഡോക്ടർ താഹിർ അഹമ്മദ് സാഹിബിൻ്റെതാണ്. ഇദ്ദേഹം ചൗധരി അബ്ദുൽ റസാഖ് സാഹിബ് ഷഹീദിന്റെ മകനാകുന്നു. അദ്ദേഹം നവാബ് ഷാ ജില്ലയിലെ മുൻ അമീർ ആയിരുന്നു. ഡിസംബർ 4-ന് 60-ാമത്തെ വയസ്സ് ഹൃദയസ്തംഭനം മൂലം വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇദ്ദേഹം സർക്കാർ ഡോക്ടറായിരുന്നു. 1995-ൽ ആദ്യത്തെ ഹാർട്ട് അറ്റാക്ക് വന്നതായിരുന്നു. ആരോഗ്യം മോശമായിരുന്നെങ്കിലും വഖഫിന് കീഴിലുള്ള അൽ മഹദി ആശുപത്രിയിൽ സേവനം ചെയ്യുന്നതിന് മട്ടി എന്ന സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം വാങ്ങി. ഐ സ്പെഷ്യലിസ്റ്റ് ആയിരുന്നു. എല്ലാ ദിവസവും വൈകിട്ടും ഞായറാഴ്ചയും അൽ മഹദി ആശുപത്രിയിൽ കണ്ണുരോഗികളെ ചികിത്സിച്ചിരുന്നു. അവധി ദിവസങ്ങളിലെല്ലാം അൽ മഹദി ആശുപത്രിയിൽ പോയിരുന്നു. മെഡിക്കൽ ക്യാമ്പുകളിൽ സജീവമായി പങ്കെടുത്തിരുന്നു. ചില ദിവസങ്ങളിൽ അദ്ദേഹം ദിവസം മുഴുവനും ഓപ്പറേഷനിൽ വ്യാപൃതനായിരുന്നു. ഥാർ പാർക്കാർ എന്ന സ്ഥലത്ത് അഹമ്മദികൾക്കിടയിൽ മാത്രമല്ല അനഹമ്മദികൾക്കിടയിലും വളരെ ഇഷ്ടപ്പെട്ട ആളായിരുന്നു. വലിയ സൗഹൃദ വലയമായിരുന്നു. ഇദ്ദേഹത്തിന്റെ ഹൃദയ ബൈപ്പാസ് ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവസാന വർഷങ്ങളിൽ അതിൽ 2-3 തവണ ശക്തമായ വേദനയും അനുഭവപ്പെട്ടിരുന്നു. ഏതെങ്കിലും ഥാർ പാർക്കർ എന്ന സ്ഥലത്ത് ജോലി തുടർന്നുവെന്നു. അദ്ദേഹം മൾട്ടി എന്ന സ്ഥലത്ത് 15 വർഷത്തോളം മനുഷ്യകുലത്തോടുള്ള സേവനത്തിൽ കഴിച്ചുകൂട്ടി. സാധു സംരക്ഷകനും അത് സൽക്കാര പ്രിയനും ആയിരുന്നു. ഖിലാഫത്തിനെയും ജമാഅത്ത് സംവിധാനത്തെയും ഏറെ ബഹുമാനിച്ചിരുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ യുവത്വ കാലത്ത് തന്നെ വസിയത്ത് പദ്ധതിയിൽ ഭാഗഭാക്കായിരുന്നു. എല്ലാ സാമ്പത്തിക ആഹ്വാനത്തിലും അദ്ദേഹം താല്പര്യപൂർവ്വം പങ്കെടുത്തിരുന്നു. അള്ളാഹു മർഹൂമിനോട് കരുണയോടെയും പൊറുമയോടെയും വർത്തിക്കുകയും പദവികൾ ഉയർത്തുകയും ചെയ്യുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ മക്കൾക്ക് അദ്ദേഹത്തിന്റെ നന്മകളിൽ ചരിക്കാനും അത് നിലനിർത്താനും തൗഫീഖ് ലഭിക്കുമാറാകട്ടെ. രണ്ടാമത്തെ ജനാസ ഹബീബുല്ല മസീർ സാഹിബിന്റേതാണ്. ഇദ്ദേഹം ചൗധരി അല്ലാ ദത്ത സാഹിബിന്റെ മകനാകുന്നു. ഹബീബുല്ല മസീർ സാഹിബ് അസീറാനെ റാഹിമോനെ ദൈവമാർഗ തടവുകാരനും ആയിരുന്നു. ഡിസംബർ 24-ന് 70-ാമത്തെ വയസ്സിൽ വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അദ്ദേഹത്തിന്റെ പിതാവ് ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് സാനി അള്ളാഹുവിന്റെ കയ്യിൽ ബയ്യത്ത് ചെയ്താണ് അഹമ്മദിയത്തിൽ പ്രവേശിച്ചത്. ചൗധരി ഹബീബുല്ല സാഹിബ് മസീർ സാഹിബ് സർക്കാർ വകുപ്പുകളിൽ വിവിധ സ്ഥാനങ്ങളിൽ സേവനം ചെയ്തിട്ടുണ്ട്. ഡയറക്ടർ തസ്തിയിലാണ് റിട്ടയർഡ് ആയത്. അദ്ദേഹത്തിന്റെ ജമാഅത്തി സേവനം 50-ൽ പരം വർഷം പരന്നു കിടക്കുന്നു. അതിൽ അദ്ദേഹം ഖായിദ് മജ്ലിസും സഈം അൻസാറുല്ലാഹ് തുടങ്ങി വിവിധ ജമാഅത്തി സ്ഥാനങ്ങളും സർക്കാർ ജമാഅത്ത് പദവിയും സേവനം ചെയ്തിട്ടുണ്ട്. പ്രവാചകത്വ നിയമത്തിന് കീഴിൽ 295-ാം ചട്ടപ്രകാരം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആദ്യത്തെ അഹമ്മദിയായിരുന്നു ചൗധരി ഹബീബുല്ല മസീർ സാഹിബ്. ഇത് 1991-ലാണ്. 91 ഒക്ടോബർ 29-ന് ഷാഹിദ്ര എന്ന സ്ഥലത്താണ് ഉണ്ടായത്. ഈ നിയമത്തിന് കീഴിൽ ഈ ജമാഅത്തിന് കീഴിൽ കൽത്തുറുങ്കുകളിൽ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്ന ആദ്യത്തെ അഹമ്മദി എന്ന നിലയ്ക്ക് ഇദ്ദേഹം ചരിത്രത്തിൽ ഇടം നേടിയിരിക്കുന്നു. സെഷൻ കോർട്ട് അദ്ദേഹത്തിന് അനുകൂലമായി വിധിച്ചെങ്കിലും ശത്രുക്കൾ ഹൈക്കോർട്ടിൽ അപ്പീൽ കൊടുത്തപ്പോൾ അവിടെ ജസ്റ്റിസ് അബ്ദുൽ മജീദ് പ്രവാചക നിന്ന എന്ന കേസിൽ ജാമ്യം റദ്ദാക്കി. അദ്ദേഹത്തിന് ശിക്ഷ നൽകാൻ അന്ന് കഴിയുന്ന നിലയ്ക്കെല്ലാം വിപുലമായി തന്നെ അതിന് ശ്രമിക്കുകയും ചെയ്തു. ഇംഗ്ലീഷിലും ഉറുദുവിലും നോട്ടീസ് വിതരണം ചെയ്യുകയും അദ്ദേഹത്തെ സംബന്ധിച്ച് വളരെ മോശം പദങ്ങൾ ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. ഏതായിരുന്നാലും ചൗധരി ഹബീബുല്ല സാഹിബ് വളരെ ധൈര്യത്തോടെയും സ്ഥൈര്യത്തോടെയും ദൈവിക തീരുമാനത്തിൽ തൃപ്തനായി
കൽത്തുറുങ്കിലെ പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ടിരുന്നു. അവസാന ശ്വാസം വരെയും മക്കളെ നല്ല രീതിയിൽ നമസ്കാരം നിലനിർത്താൻ ഉപദേശിച്ചുകൊണ്ടിരുന്നു. എല്ലാവരുമായും ഇടപഴകുകയും സവിശേഷ സഹാനുഭൂതിയുള്ള ആളും ആയിരുന്നു. വിനയാന്വിതനും ഖിലാഫത്തിന്റെ സത്യസന്ധമായ പ്രേമിയുമായിരുന്നു. ഖുതുബകളും ഇതര പ്രഭാഷണങ്ങളും കൃത്യമായി കേട്ടിരുന്നു. മാത്രമല്ല വീട്ടുകാരെ എല്ലാവരെയും ഒരു ഭാഗത്തേക്ക് വിളിച്ചുകൂട്ടി എല്ലാ പണിയും ഒഴിവാക്കി ഖുതുബ കേൾക്കാൻ വന്നിരിക്കാൻ പറഞ്ഞിരുന്നു. തന്റെ സാന്നിധ്യത്തിൽ തന്നെ ഖുതുബ കേൾപ്പിച്ചിരുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ മൂസിയായിരുന്നു 1/9 വസിയത്ത് ചെയ്തിരിക്കുന്നു. അദ്ദേഹത്തിന്റെ സന്തപ്ത കുടുംബത്തിൽ ഭാര്യ ഫരീന ബേഗം സാഹിബയെ കൂടാതെ 5 ആൺമക്കളും ഒരു മകളും ഉണ്ട്. അദ്ദേഹത്തിന്റെ ഒരു മകൻ ഹബീബ് അഹമ്മദ് സാഹിബ്, അദ്ദേഹത്തിന്റെ ഒരു മകൻ ഹസീബ് അഹമ്മദ് സാഹിബ് ജമാഅത്തിന്റെ മുറബിയാണ്. ഫദ്ലെ ഉമർ ഫൗണ്ടേഷന് കീഴിൽ ഇംഗ്ലീഷ് ഡെസ്കിൽ സേവനം ചെയ്യുന്നു. അള്ളാഹു അദ്ദേഹത്തോട് കരുണ കാണിക്കുകയും പുറത്തു കൊടുക്കുകയും ചെയ്യുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ മക്കൾക്കും അദ്ദേഹത്തിന്റെ നന്മകൾ തുടരുവാൻ സൗഭാഗ്യം നൽകുമാറാകട്ടെ. അടുത്ത ജനാസ ജനാബ് ഖലീഫ ബഷീറുദ്ദീൻ അഹമ്മദ് സാഹിബിന്റേതാകുന്നു. നവംബർ 30 80-ാമത്തെ വയസ്സിൽ വഫാത്തായി. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇന്ത്യയിൽ ഫൈറോസ്പൂർ നഗരത്തിലാണ് ജനിച്ചത്. ഇദ്ദേഹം ഡോക്ടർ ഖലീഫ തഖിയുദ്ദീൻ സാഹിബിന്റെ മകനും ഹസരത്ത് ഡോക്ടർ ഖലീഫ റഷീദുദ്ദീൻ സാഹിബിന്റെ പൗത്രനുമാകുന്നു. ഡോക്ടർ ഖലീഫ റഷീദുദ്ദീൻ സാഹിബ് ഹസരത്ത് ഉമ്മ നാസർ, അതായത് ഹസരത്ത് ഖലീഫത്തുൽ മസീഹ് സാനിയുടെ ആദ്യ ഭാര്യയുടെ പിതാവായിരുന്നു. ഹസരത്ത് ഖലീഫ റഷീദുദ്ദീൻ സാഹിബിനെ പറ്റി അദ്ദേഹത്തിന്റെ സാമ്പത്തിക സേവനങ്ങളെ ഹസരത്ത് മസീഹ് അലി ഇസ്ലാം വളരെ സ്തുതിച്ചു പറഞ്ഞിട്ടുണ്ട്. ഏതായിരുന്നാലും മർഹൂം അദ്ദേഹത്തിന്റെ തലമുറയിൽപ്പെട്ട ആളാകുന്നു. മർഹൂം ജമാഅത്തി സേവനങ്ങളിൽ ഭാഗവാക്കായിരുന്നു. അനഹമ്മദികളെ തന്റെ വീട്ടിൽ ക്ഷണിച്ച് തബ്ലീഗ് ചെയ്തിരുന്നു. 1998 സ്വീഡനിലേക്ക് പോയി അവിടെ വിവിധ സ്ഥലങ്ങളിൽ താമസിച്ചിട്ടുണ്ട്. 1999 അറ്റാക്ക് വന്നിരുന്നു. ആരോഗ്യം വീണ്ടെടുത്തപ്പോൾ ജമാഅത്തി പ്രവർത്തനങ്ങളിൽ വ്യാപൃതനായി. തബ്ലീഗ് സെക്രട്ടറിയുമായിരുന്നു. എല്ലാ വർഷവും UK ജൽസയിൽ ഭാര്യ മക്കളോടൊപ്പം വന്നിരുന്നു. സന്തപ്ത കുടുംബത്തിൽ ഭാര്യയെ കൂടാതെ 3 പെൺമക്കളും 2 ആൺമക്കളുമുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യ ഇംഗ്ലീഷുകാരിയായിരുന്നു. ക്രിസ്തുമതത്തിൽ നിന്ന് അഹമ്മദി ആയതാണ്. പക്ഷേ വളരെ മാന്യമായ വസ്ത്രം ധരിക്കുകയും പർദ്ദയിൽ ശുഷ്കാന്തി കാണിക്കുകയും ചെയ്തിരുന്നു. വളരെ ലളിതമായി ജീവിതം നയിച്ചവരായിരുന്നു. ദീനി ജ്ഞാനം കരസ്ഥമാക്കുന്നതിൽ വളരെ താല്പര്യമായിരുന്നു. അതിൽ നിലകൊള്ളാനും എപ്പോഴും ശ്രമിച്ചിരുന്നു. അള്ളാഹു അവരുടെ ഈമാൻ വർദ്ധിപ്പിക്കുമാറാകട്ടെ. അവരുടെ മക്കൾക്കും അവരുടെ നന്മകളാൽ ചരിക്കാൻ സൗഭാഗ്യം ലഭിക്കുമാറാകട്ടെ. അള്ളാഹു മർഹൂമിനോട് കരുണയും പൊറുമയും കാണിക്കുമാറാകട്ടെ. അടുത്ത ജനാസ ആമിന സാഹിബയുടേതാണ്. ഇവർ ഖലീഫ റഫീഉദ്ദീൻ സാഹിബിന്റെ ഭാര്യയാകുന്നു. ഒക്ടോബർ 19 വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഗിയാന നിവാസിയായിരുന്നു. 1940 ഗിയാനയിലെ ഒരു സുപ്രസിദ്ധ മുസ്ലിം വ്യാപാരിയുടെ ഭവനത്തിലാണ് ജനിച്ചത്. ലണ്ടനിൽ തന്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ അഹമ്മദിയത്ത് സ്വീകരിച്ചു. ഇതിനിടയിൽ അവരുടെ വിവാഹം ഡോക്ടർ ഖലീഫ തഖിയുദ്ദീൻ സാഹിബിന്റെ മകൻ മർഹൂം RD അഹമ്മദ് സാഹിബുമായി നടന്നു. അദ്ദേഹം അതിർത്ത് ഖലീഫ റഷീദുദ്ദീൻ സാഹിബിന്റെ കുടുംബത്തിൽപ്പെട്ട ആളാകുന്നു. മർഹൂമ വളരെ സഹാനുഭൂതിയും സാധു സംരക്ഷകയും അതിഥി സൽക്കാരപ്രിയയുമായിരുന്നു. നമസ്കാരങ്ങളിൽ ശുഷ്കാന്തി കാണിച്ചിരുന്നു. അവർ എപ്പോഴും നമസ്കാരത്തിൽ ബദ്ധശ്രദ്ധയായിരുന്നു. ആരോഗ്യം മോശമായിരുന്നതും തജ്ജ് അനുഷ്ഠിച്ചിരുന്നു. സ്ഥിരമായി വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തിരുന്നു. ആരോഗ്യം മോശമായിരുന്നു, ക്യാൻസർ ആയിരുന്നിട്ടും ഏറെക്കുറെ എല്ലാ വർഷവും ജൽസയിൽ പങ്കെടുത്തിരുന്നു. ദുആയിൽ വലിയ വിശ്വാസവും ഖിലാഫത്തിനോട് ആത്മാർത്ഥതയും കൂറും ഉണ്ടായിരുന്നു. എന്നെ കാണുമ്പോഴെല്ലാം വളരെ വിനയാന്യതയായി കൂടിക്കാഴ്ച നടത്തുകയും ദുആക്ക് അപേക്ഷിക്കുകയും ചെയ്തിരുന്നു. അള്ളാഹു പരേതയോട് കാരുണ്യവും പൊറുമയും കാണിക്കുകയും അവരുടെ മക്കൾക്കും ജമാഅത്തുമായി സുദൃഢബന്ധം നിലനിർത്താൻ തൗഫീക്ക് ലഭിക്കുകയും ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു
ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.